യെസ്, വൺസ് അഗൈൻ ഗുഡ് മോർണിംഗ്. വളരെ വളരെ സന്തോഷമുള്ള സമയത്താണ് ഇന്ന് ബൈറ്റോറിയൻസ് ഓരോ വ്യക്തികളും. എൻ്റെ പേര് അഭിലാഷ് എന്നാണ്. എറണാകുളം ജില്ലയിൽ കുമ്പളങ്ങി എന്ന് പറയുന്ന ഗ്രാമത്തിൽ താമസിക്കുന്നു. ആഹ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് ഈ 6 AM ക്ലബിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കേരള ബൈറ്റോറിയൻ കമ്മ്യൂണിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തി കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. ഇന്ന് ബൈറ്റോറിയത്തിലേക്ക് കടന്നു വരാനും അതോടൊപ്പം തന്നെ ഈ ബിസിനസ്സിലൂടെ ശക്തമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാനായിട്ടും നമുക്ക് അവസരം തന്ന ജഗദീശ്വരനോട് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം ആരംഭിക്കാം. ഇന്നത്തെ ഈ ഒരു ദിവസം നമുക്കറിയാം, കേരളത്തിലെമ്പാടും ശക്തമായിട്ടുള്ള മഴയും പ്രതികൂലമായിട്ടുള്ള സാഹചര്യമൊക്കെയാണ്. എന്നാൽ പോലും ഈ ഒരു പ്രതികൂല സാഹചര്യങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് ഈ സൂം പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിട്ടുള്ള പ്രിയപ്പെട്ടവരെ, നിങ്ങളാണ് ഈ ബൈറ്റോറിയത്തിന്റെ താരങ്ങൾ എന്ന് വിശേഷിപ്പിക്കാനായിട്ട്. കാരണം എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്ത് ആരൊക്കെയാണ് മുന്നിലേക്ക് വരുന്നത്, അവരാണ് ഇതിന്റെ യഥാർത്ഥ സക്സസിലേക്ക് എത്തിച്ചേരുന്നത്. ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഉൾപ്പെടെ മുഴുവൻ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗവൺമെന്റ്. പല ജില്ലകളിലും റെഡ് അലർട്ടും ഓറഞ്ച് അലർട്ടും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സാഹചര്യത്തിൽ പല ആളുകൾക്കും പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ട്. പെരുമഴ എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ ദിവസത്തേക്ക് വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ബൈറ്റോറിയം ചെയ്യുന്ന ഒരു വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഒരു പെരുമഴ തന്നെ വീഴുകയാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. പുതിയ ആളുകൾ കുറച്ച് പേര് ഉള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് എന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പരിചയപ്പെടുത്തിയ എൻ്റെ പേര് അഭിലാഷ് എന്നാണ്. ബൈറ്റോറിയം ബിസിനസ് കഴിഞ്ഞ 2.5 വർഷക്കാലമായിട്ട് ശക്തമായിട്ടുള്ള രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഞാനും ഞങ്ങളുടെ പ്രിയപ്പെട്ട സുധി നെട്ടൂർ, അറിയപ്പെടുന്ന ഒരു നാടൻപാട്ട് കലാകാരനാണ്. ഞങ്ങൾ ഒരുമിച്ച് പാർട്ട്ണർഷിപ്പുമായിട്ട് ഈ ബിസിനസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. 2.5 വർഷക്കാലത്തെ പ്രവർത്തനം എടുത്ത് നോക്കിയാൽ ഒരുപാട് വ്യക്തികളുടെ വീടുകളിലേക്ക് വരുമാനം എത്തിക്കാൻ സാധിച്ച സമയത്ത് ഇന്ന് വളരെ വളരെ ഏറ്റവും സന്തോഷകരമായ ഒരു സമയത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഒരുപാട് അനുഭവങ്ങൾ ഈ കഴിഞ്ഞ 2.5 വർഷക്കാലം കൊണ്ട് ബൈറ്റോറിയത്തിലൂടെ ഉണ്ടായി. പല ആളുകളുടെ അച്ചീവ്മെന്റുകൾ കാണാൻ വേണ്ടി കഴിഞ്ഞു. പല ആളുകളും ജീവിതത്തിൽ വലിയ നേട്ടങ്ങളിലേക്ക് എത്തുന്നത് ഈ ഒരു സമയത്തിലൂടെ കാണാൻ വേണ്ടി കഴിഞ്ഞു. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എറണാകുളം ജില്ലയിൽ ഇതിന്റെ യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട് CITU എന്ന് പറയുന്ന യൂണിയന്റെ എറണാകുളത്തെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആയിട്ടൊക്കെ പ്രവർത്തിക്കാനായിട്ട് കഴിയുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളെ ഈ ഒരു കാലഘട്ടത്തിൽ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പല കമ്പനികളും കുറെ കാലങ്ങളായിട്ട്, വർഷങ്ങൾ, 5 വർഷവും 10 വർഷവും ഒക്കെ ചെയ്തിട്ടാണ് ഓരോ കമ്പനികളിലും ആളുകൾ അച്ചീവ്മെന്റുകൾ എടുക്കുന്നത്. ബൈറ്റോറിയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വലിയ നേട്ടങ്ങളിലേക്ക് ഓരോരുത്തരും എത്തുന്നു എന്നുള്ളതാണ് ഈ കമ്പനിയും മറ്റു കമ്പനിയും തമ്മിലുള്ള വ്യത്യസ്തതയെ സൂചിപ്പിക്കാനുള്ളത്. ഇത് ഓരോ കമ്പനികളുടെ പ്ലാനുകൾ പഠിക്കുമ്പോൾ നമുക്കെല്ലാം മനസ്സിലാവും. അങ്ങനെ മനസ്സിലാക്കിയാണിത്. എന്തായാലും ഇന്ന് ബൈറ്റോറിയത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ആദ്യമായി 10 മാസക്കാലം കൊണ്ട്, വെറും 10 മാസക്കാലം കൊണ്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ലാതെ ഒരു സാധാരണ മനുഷ്യൻ കടന്നു വരികയും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ 10 മാസക്കാലം കൊണ്ട് ഒരു റെക്കോർഡ് സൃഷ്ടിച്ചുകൊണ്ടാണ് ഇന്ന് അദ്ദേഹം നമ്മുടെ മുന്നിൽ നിന്ന് നയിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പ്രിയപ്പെട്ട മനോജ് സാറിനെ സംബന്ധിച്ചിടത്തോളം തൃപ്പൂണിത്തറ, ഞങ്ങളുടെ അടുത്ത പ്രദേശമാണ്. തൃപ്പൂണിത്തറയിൽ താമസിക്കുന്ന, എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തറയിൽ താമസിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മനോജ് സാറ്, അദ്ദേഹത്തിന്റെ റെക്കോർഡ് ഭേദിക്കാനായിട്ട് ഇന്നുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ആദ്യമായി കേരളത്തിൽ 1 CR അച്ചീവ് ചെയ്ത വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് 3 കോടി രൂപയിലധികം അദ്ദേഹം നേട്ടമുണ്ടാക്കി ഒരുപാട് വ്യക്തികളുടെ വീടുകളിലേക്ക് ലക്ഷക്കണക്കിന് രൂപ വരുമാനം എത്തിക്കാൻ അദ്ദേഹം ഒരു കാരണക്കാരനായി. അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പല പ്രോഗ്രാമുകളിലും അദ്ദേഹം തന്നെ പറഞ്ഞ് നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളതാണ്. ഒരു സാധാരണ വ്യക്തി
അമാനുഷികമായിട്ടുള്ള യാതൊരു കഴിവും ഇല്ലാത്ത സാധാരണ മനുഷ്യൻ, പച്ചയായ മനുഷ്യൻ എന്ന് വേണം അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ. അങ്ങനെ ഒരു മനുഷ്യൻ ഇന്ന് ഏറ്റവും ശക്തമായിട്ടുള്ള രീതിയിൽ ഒരു ടീമുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് കേരളത്തിന്റെ പ്രതീക്ഷ അദ്ദേഹത്തിലാണ്. നമ്മളെല്ലാവരും അദ്ദേഹത്തിന്റെ ഒപ്പം കട്ടക്ക് നിൽക്കുന്നു എന്നുള്ളതാണ് ഇന്നലത്തെ ഒരു പ്രോഗ്രാം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. വളരെ ചെറിയ സമയത്ത് നമ്മൾ അനൗൺസ് ചെയ്ത പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിൽ പോലും ഏകദേശം 400-നടുക്ക് വരുന്ന ഒരു വലിയ ബയോട്ടോറിയത്തെ സ്നേഹിക്കുന്ന, ഈ പ്രൊഡക്റ്റിനെ ഇഷ്ടപ്പെടുന്ന, ഈ പ്രൊജക്റ്റിനെ, ഈ കമ്പനിയെ സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യർ ആ പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്നു. അത് തന്നെയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത്. കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആ പ്രോഗ്രാമുകൾ ആ രീതിയിലേക്കാണ് മാറാൻ വേണ്ടി പോകുന്നത്. എനിവേ, ഇന്നത്തെ ഈ ഒരു ദിവസം പവർ ഓഫ് ഈ ബയോട്ടോറിയം എന്നുള്ള ഒരു സബ്ജക്ട് എടുക്കാനായിട്ട് നമ്മുടെ എല്ലാം ക്യാപ്റ്റൻ ആയിട്ടുള്ള, നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ മനോജ് സാർ തന്നെയാണ്. അത് പറയാൻ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള വ്യക്തി എന്ന് വേണം പറയാൻ. അദ്ദേഹത്തെ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഹാർദവുമായി നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. വെൽക്കം മനോജ് സാർ. താങ്ക് യു അഭിലാഷ് സാർ. താങ്ക് യു സോ മച്ച്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? യെസ് സാർ, കേൾക്കാം. ഓക്കെ. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. ഇന്ന് വളരെ സന്തോഷത്തിലാണ് ഞാൻ. ഒരു ഇടവേളയ്ക്ക് ശേഷം 500 പേരുടെ ലിങ്ക് ഇന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം രാവിലത്തെ പ്രോഗ്രാമിൽ വളരെ ആവേശത്തോടു കൂടി എല്ലാവരും കയറാൻ വരുമ്പോഴേക്ക് അത് ഹൗസ്ഫുൾ ആകുന്നൊരു സാഹചര്യം കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ 500 എന്നുള്ളത് നിങ്ങൾ ബ്രേക്ക് ചെയ്യണം. ഈ മാസം അവസാനിക്കുമ്പോഴേക്കും നമുക്ക് 1000-ലേക്ക് എത്തിക്കാൻ വേണ്ടി എന്നെ സഹായിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഓക്കെ. ബയോട്ടോറിയം ഇന്ന് വേറൊരു ലെവലിലേക്ക് മാറിയിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാം, 2021 ലാസ്റ്റ് നവംബർ ഡിസംബറോട് കൂടിയിട്ട് കേരളത്തിലേക്ക് എത്തപ്പെട്ട ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയാണ് ബയോട്ടോറിയം എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവം എന്നിലേക്ക് വന്ന് ചേർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് ബയോട്ടോറിയത്തിലൂടെ. കാരണം എനിക്ക് കിട്ടിയ ആരോഗ്യപരമായ നേട്ടം, അതേപോലെ തന്നെ സാമ്പത്തികപരമായ നേട്ടം, അത് മനസ്സിലാക്കി പഠിച്ചപ്പോൾ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യേണ്ട ഒരു അൺസീൻ പവർ, ദൈവതുല്യമായ ഒരു ശക്തി ഈ പ്രൊഡക്റ്റിനും ഈ ഓപ്പർച്യൂണിറ്റിക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ സമയം പാഴാക്കാതെ തന്നെ, ചിന്തിച്ചിരിക്കാതെ തന്നെ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കാനുള്ളൊരു മനസ്സ് ദൈവമെന്നിലേക്ക് തന്നു എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയാണ്. അതുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി നടന്നപ്പോൾ തുടക്കത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സുഹൃത്ത് ഡാനി സാറ്, അതേപോലെ തന്നെ ഉത്തമൻ സാറ്, അതുപോലെ പല പല ലീഡേഴ്സ് ഉണ്ട്. തുടക്കത്തിൽ വടക്കൻ മേഖലകളിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഷാജി സാറ്, മനോഹരൻ സാറ്, അതേപോലെ തന്നെ പല ലീഡേഴ്സും പോകുന്നു. എല്ലാവരുടെയും പേരിലേക്കൊന്നും പോകുന്നില്ല. അങ്ങനെ ചെറിയ ചെറിയ പടയോട്ടത്തിൽ തുടങ്ങിയപ്പോൾ ജനഹൃദയങ്ങൾ ഇത് ഏറ്റെടുക്കുകയും ഇതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങൾക്ക് ബോധവൽക്കരിക്കാനും വളരെ സിമ്പിളായിട്ട് നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ 2022, 2023, 2024 3 വർഷം കഴിഞ്ഞു. 3.5 വർഷം കഴിഞ്ഞു. ഇപ്പോൾ 2025 ജൂൺ മാസമായി. ഇപ്പോൾ 3.5 വർഷമായിട്ട് ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന ഈ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, പല വിദേശ രാജ്യങ്ങളിലും വേരുറപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് സാധിച്ചു എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ആത്മപരിശോധന നടത്തണം. സുഹൃത്തുക്കളെ, ഇതൊരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തൊരു കമ്പനിയല്ല. എല്ലാവർക്കും അറിയാം, 2008 മുതൽ ട്രഡീഷണൽ മാർക്കറ്റിംഗ് സിസ്റ്റത്തിലൂടെ നമ്മുടെ ഈ ഉൽപ്പന്നങ്ങൾ ലോകത്തിന്റെ പല വിപണികളിലും വിറ്റഴിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. കൊറോണ എന്ന മഹാമാരിയാണ് ഒരുപക്ഷെ ഇന്ത്യയിലേക്കും നമ്മളിലേക്കും ഈ ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. കൊറോണ വന്നപ്പോൾ എല്ലാം ബ്ലോക്ക് ആയപ്പോഴാണ് അദ്ദേഹം ഈ പ്രൊഡക്റ്റ് ഇന്ത്യയിലേക്ക് എത്തിച്ചത്. അതിന് ഏറ്റവും സാധ്യതയുള്ള മാർക്കറ്റിംഗ് രീതി ഏതാണെന്ന് അദ്ദേഹം പഠിച്ചപ്പോൾ, നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ സാഗർ ജോഷി സാർ പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന് അറിയാം, ഇനി വളർന്നു വരുന്ന
ഇൻഡസ്ട്രി ഏതാണെന്ന് നോക്കിയപ്പോൾ അത് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയാണ്. 3 ഇൻഡസ്ട്രികളാണ് ഇനി ലോകത്തെ കീഴടക്കാൻ വേണ്ടി പോകുന്നത്. 3 മേഖലയാണ് ലോകത്തെ കീഴടക്കാൻ വേണ്ടി പോകുന്നത്. അതിലൊന്നാണ് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. രണ്ടാമത്തത് വെൽനസ് ഇൻഡസ്ട്രിയാണ്. മൂന്നാമത്തത് ഓൺലൈൻ ഇൻഡസ്ട്രിയാണ്. നമുക്കൊരു സാധനം വാങ്ങണമെങ്കിൽ ആരും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങില്ല അല്ലേ? വീട്ടിലിരുന്ന് വിരലുകൾ ചലിപ്പിച്ചാൽ മതി അല്ലേ? ഓർഡർ കൊടുത്ത സാധനം വീട്ടിലേക്ക് എത്തും അല്ലേ? ഓൺലൈൻ ഇൻഡസ്ട്രി എന്ന് പറയാം അതിന്, അല്ലെങ്കിൽ വേറെ പല പേരിലും വിളിക്കാം. ആ 3 ഘടകങ്ങൾക്കാണ്, ഈ 3 ഓപ്പർച്യൂണിറ്റീസ് ആണ്, അവസരങ്ങളാണ്. ഈ 3 അവസരങ്ങളെ ആരൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ, അതിനെക്കുറിച്ച് അതിൽ ആരൊക്കെ അറിവ് നേടുന്നുണ്ടോ, അവരാണ് ഇനി ലോകത്തിലെ കോടീശ്വരന്മാരായി മാറാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹം ഡയറക്റ്റ് സെല്ലിംഗ് മേഖല തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. ഇപ്പൊ ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിൽ നമുക്കറിയാം, പഠനങ്ങളൊക്കെ പറയുന്നു വെൽനസിന്റെ കാലഘട്ടമാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ വെൽനസ് ഉൽപ്പന്നങ്ങൾ ഡയറക്റ്റ് സെല്ലിങ്ങിലൂടെ കൊടുക്കുക എന്നുള്ളതാണ്. വെൽനസ് ഉൽപ്പന്നങ്ങൾ ഇത്രയും കാലം നമ്മൾക്ക് ഉണ്ടായിരുന്ന ഒരു കൾച്ചർ എന്ന് പറയുന്നത്, ഒരു രീതി എന്ന് പറയുന്നത് ഒരു ഇൽനെസ് കൾച്ചറാണ്. രോഗം വന്നതിന് ശേഷം ആശുപത്രിയിൽ പോവുക, ഡോക്ടറെ കാണുക അല്ലേ, ഗുളികകൾ കഴിക്കുക, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കുക, അതുപോലെ തന്നെ മറ്റേ സ്കാൻ ചെയ്യുക, ഇങ്ങനെ പല പല രീതിയിൽ അവസാനം ഓപ്പറേഷൻ അല്ലേ, അതെല്ലാം വരുമ്പോഴേക്ക് തീർന്നു എന്ന ഭാവത്തിൽ അവിടെ കിടക്കുക. ഈ ഒരു സംവിധാനമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ഇനി മുതൽ സംസ്കാരം മാറിയപ്പോൾ ഒരു പുതിയ കൾച്ചറിലേക്കാൾ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വെൽനസ് ഇൻഡസ്ട്രി, പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ വർഷങ്ങളായിട്ട് ഉൾക്കൊണ്ടുപോകുന്ന സംവിധാനമാണത്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം രോഗം വന്നാൽ മാത്രമേ രോഗത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുള്ളൂ. അതുവരെ എല്ലാവരും ആയിരിക്കും ഞാൻ ഭയങ്കര ആരോഗ്യവാനാണെന്ന് വിചാരിക്കുക അല്ലെ? ഒരു സുപ്രഭാതത്തിൽ തളർന്നു വീഴുമ്പോഴാണ് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ വെൽനസ് സംസ്കാരത്തിലേക്ക് ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ സാധ്യതയുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മളിവിടെ തുടക്കത്തിൽ തന്നെ മാർക്കറ്റ് ചെയ്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇന്ന് വരെയും ഒരു കമ്പനി ഇതേ രീതിയിൽ ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങൾ, ഈ ബയോമാഗ്നറ്റിക് എനർജി എന്താണെന്ന് പോലും ആളുകൾക്ക് അറിയില്ല എന്നുള്ളതായിരുന്നു. നമ്മളെപ്പോഴും നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇല്ലേ, പഞ്ചഭൂതങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, 5 എലിമെന്റ്സ് തിയറിയെക്കുറിച്ച് പറയുമ്പോൾ, 5 ദളങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, ഈ 5ാമത്തതിനെ കുറിച്ച് പലർക്കും വലിയ ബോധമുണ്ടായിരുന്നില്ല, അഥവാ ബോധ്യമുണ്ടായിരുന്നില്ല എന്ന വസ്തുത നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. എന്നാൽ ഏറ്റവും നമുക്കൊരു മനുഷ്യ ശരീരത്തിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണ ആരോഗ്യം നിലനിർത്തണമെങ്കിൽ വളരെ അത്യന്താപേക്ഷിതമാണ് നമ്മുടെ ബയോമാഗ്നറ്റിക് എനർജി എന്നുള്ളത്. എത്ര പേർക്ക് അറിയാമെന്നുള്ളത് നമുക്കിപ്പോൾ നമ്മൾ ഫീൽഡിലേക്ക് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കി കാണും അല്ലേ? വളരെ പരിമിതമായ അറിവ് മാത്രമേ മാഗ്നറ്റിസത്തിനെ കുറിച്ചുള്ളൂ എന്നുള്ളതാണ്. ഈ മാഗ്നറ്റിക് എനർജി ബോഡിയിൽ ഇല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പോയിട്ട് ഇല്ലേ, ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. ഓക്സിജൻ ബോഡിയിൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൽ തന്നെ ആയിരിക്കണം എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിന് ഇന്നത്തെ സാഹചര്യത്തിലുള്ള പ്രയാസങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് അദ്ദേഹം ഈ ഉൽപ്പന്നങ്ങൾ ഡയറക്റ്റ് സെല്ലിങ്ങിലൂടെ വിൽപ്പന നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. എന്താണ് ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ പ്രത്യേകത എന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഞാൻ പറഞ്ഞു, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് കാണിക്കുന്ന ഇൻഡസ്ട്രിയാണ് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഒരു ഉൽപ്പന്നം ഒരു കമ്പനി മാനുഫാക്ചർ ചെയ്ത് അവിടുന്ന് ഒരു കസ്റ്റമറിലേക്ക് ഡയറക്റ്റ് എത്തുകയാണ്. മറ്റുള്ള വിപണന രീതി എന്ന് പറഞ്ഞാൽ അതിൽ കുറേ സംവിധാനങ്ങളിലൂടെ കടന്നു വരുള്ളൂ അല്ലേ? ഒരു കമ്പനിയിൽ നിന്ന് 100 രൂപയ്ക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം ഒരു കസ്റ്റമറിലേക്ക് എത്തുമ്പോൾ അത് 200 300 ആയി മാറുന്ന അവസരം നമുക്ക് കാണാറുണ്ട് ഇല്ലേ? അതിന്റെ കോസ്റ്റ് വളരെ കൂടുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട്. ഇവിടെ അതില്ല. അവിടെ ഒന്നും കൊടുക്കേണ്ട, പരസ്യത്തിനും അതുപോലെ തന്നെ ഏജൻസികൾ കുറേ ഉണ്ട്. നാഷണൽ ഡിസ്ട്രിബ്യൂട്ടർ മുതൽ C&F ഏജന്റ് മുതൽ ഏരിയ ഡിസ്ട്രിബ്യൂട്ടർ മുതൽ ഹോൾസെയിൽ മുതൽ റീറ്റെയിലർ മുതൽ ഇങ്ങോട്ട് അവർക്കെല്ലാം ഇതിന്റെ ഒരു ഷെയർ കൊടുക്കുന്നതോടൊപ്പം തന്നെ പരസ്യക്കാർക്കും അല്ലെ TV ചാനലുകാർക്കും ഒക്കെ കൊടുക്കുന്ന എമൗണ്ട് ആണ് നമ്മളിലേക്ക് വീതിച്ചു കൊടുക്കുന്നതാണ്. അതാണ് പലർക്കും അറിയാതെ പോകുന്നത്. അതിപ്പോ കാലം തെളിഞ്ഞപ്പോൾ ആളുകൾക്കെല്ലാം മനസ്സിലാവാൻ തുടങ്ങിയിട്ട് എങ്ങനെയാണ് ഇത്രയും പൈസ കിട്ടുന്നത് അല്ലേ? ഈ മനോജ് ഇത് ഏറ്റെടുത്തപ്പോൾ 10 മാസം കൊണ്ട് 1 കോടി കിട്ടി. അതൊക്കെ ചുമ്മാ പറയുന്നതാണെന്ന് പറയുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും നിങ്ങൾ ആരോടും പോയി ചോദിച്ചു സംസാരിച്ച് നോക്കിയപ്പോൾ അതൊക്കെ വെറുതെ പറയുന്നതാണ് സാറേ, അങ്ങനെ ഒന്നും നടക്കാൻ പോണ കാര്യമൊന്നുമല്ല അത് എന്ന് പറയുന്ന ആളുകളുണ്ടാവും. ഒരു സംശയം വേണ്ട, അങ്ങനെ ഒന്നും ഒരാൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നില്ല എന്ന് പറയുന്നുണ്ടാവും. കാരണം ഇതിന്റെ പവർ അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ ആളുകൾ പറയുന്നുണ്ടെങ്കിൽ പറയുന്നത്. മനസ്സിലായ? എൻ്റെ കഥ എല്ലാവർക്കും അറിയാം, എന്നെ അറിയുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾ അറിയാത്തൊരു സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഇടനിലക്കാർക്ക് കൊടുക്കുന്ന
കമ്മീഷനുകളാണ് നമ്മളെ പോലുള്ള സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതാണ്. അതായത് വെൽത്തിന്റെ റീഡിസ്ട്രിബ്യൂഷനാണ് ഇവിടെ നടക്കുന്നത്. പണം എന്ത് ചെയ്യുന്നു? കുറെ ആളുകളിലേക്ക് മാത്രം കുമിഞ്ഞുകൂടുന്ന നമ്മുടെ ട്രഡീഷണൽ ഇൻഡസ്ട്രിയിൽ നിന്നും, അല്ലെ, ട്രഡീഷണൽ ഇൻഡസ്ട്രിയിൽ വലിയ വലിയ വ്യവസായികൾ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു. അത് വിപണനം ചെയ്യുന്ന ആരാണ്? കോടീശ്വരന്മാരാണ്, അല്ലെ. അതിന്റെ ഹോൾസെയിൽ ഏജൻസി എടുക്കാൻ കോടികൾ മുടക്കണം. സംസ്ഥാനത്ത് അതിന്റെ ഏജൻസി എടുക്കണമെങ്കിൽ കോടികൾ മുടക്കണം. ഡിസ്ട്രിക്റ്റിലേക്ക് അതിന്റെ ഏജൻസി എടുക്കണമെങ്കിൽ കോടികൾ മുടക്കണം. ജില്ലകളിലേക്ക് അതിന്റെ താലൂക്കുകളിലേക്ക് അതിന്റെ ഏജൻസി എടുക്കണമെങ്കിൽ കോടികൾ മുടക്കണം. അപ്പോൾ കോടീശ്വരന്മാർ വീണ്ടും വീണ്ടും കോടീശ്വരന്മാരായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ നടക്കുന്ന ട്രഡീഷണൽ ബിസിനസിന്റെ സംവിധാനത്തിലൂടെ ഇവിടെ നടക്കുന്നതെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പാവപ്പെട്ടവൻ എപ്പോഴും പാവപ്പെട്ടവനായിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്, അല്ലെ. അവന് പ്രയാസങ്ങളും പ്രതിസന്ധിയും, അവന്റെ ജീവിതം തന്നെ EMI അടക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെ. പല പല ലോണുകൾ എടുക്കും, അല്ലെ. ആ ലോണുകൾ എടുത്തിട്ട് EMI അടക്കാം. 5-ാം തീയതി ആ ലോൺ അടക്കണം, ഇല്ലേ. ആദ്യം പത്രത്തിന്റെ കാശ് കൊടുക്കണം, പിന്നെ വെള്ളത്തിന്റെ കാശ് കൊടുക്കണം, കറണ്ടിന്റെ കാശ് കൊടുക്കണം, ഇല്ലേ. പിന്നെ മറ്റേ ബാങ്കിലെ ലോൺ അടക്കണം, ഇന്ന് EMI അടക്കണം, 2 വീലറിന്റെ EMI. അങ്ങനെ EMI അടക്കാൻ വേണ്ടിയിട്ടാണ് ജീവിതത്തെ പലരും ഹോമിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ സാധാരണക്കാരന് അസാധാരണക്കാരനായി മാറാൻ എങ്ങനെ സാധിക്കുന്നത്? നമ്മളും ഈ ഭൂമിയിലെ, ഇല്ലേ, ദൈവപുത്രന്മാരിൽ നമുക്കും അവസരം വേണ്ട ഇവിടെ, അല്ലെ. നമ്മളെ നരയിക്കാൻ വേണ്ടി മാത്രം ജനിച്ചവരാണോ? അങ്ങനെ ഒരു വിഭാഗം ഉണ്ടോ ഈ ഭൂമിയിൽ? അവ നമ്മളെ പോലുള്ള സാധാരണക്കാർക്കുള്ള അവസരമാണ്. എനിക്ക് വിജയിക്കണം, എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ. എന്നെ തല്ലണ്ടമ്മാവാ, ഞാൻ നന്നാവില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവർക്ക് എപ്പോഴും കൂലിപ്പണിയേ പറ്റുള്ളൂ. വേറെ ഒന്നും പറഞ്ഞാൽ അവരുടെ തലയിലേക്ക് കയറില്ല. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, എനിക്ക് വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള, അല്ലെ, ഏതൊരു സാധാരണക്കാരനും അസാധാരണക്കാരനായി മാറാനുള്ള വെൽത്ത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു രാജ്യത്തിന്റെ വികസനം എന്ന് പറയുന്നത്, ഇല്ലേ, അവിടുത്തെ ജനങ്ങളുടെ ആളോഹരി വരുമാനം വർദ്ധിക്കുക എന്നുള്ളതാണ്. ഓരോ വ്യക്തിയിലും പെർ ക്യാപിറ്റൽ നമ്മൾ പണ്ട് എക്കണോമിക്സ് പഠിച്ചിട്ടുണ്ടല്ലേ, വർദ്ധിക്കുക എന്നുള്ളതാണ് ആ രാജ്യത്തിന്റെ പുരോഗതിയുടെ ലക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണക്കാരന് എങ്ങനെ പണം കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ പവറിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ കമ്പനിയിൽ നിന്ന് ഉൽപ്പാദിക്കുന്ന ഉൽപ്പന്നം നമ്മൾ വിപണന ശൃംഖല രീതിയിലൂടെ നമ്മൾ ഉപയോഗിച്ച ഉൽപ്പന്നത്തെക്കുറിച്ചുള്ള സത്യമായ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്, അല്ലെ. ബൈ ദ പ്രൊഡക്റ്റ്, യൂസ് ദ പ്രൊഡക്റ്റ്, ദെൻ ഷെയർ ദ പ്രൊഡക്റ്റ്. നമ്മളൊരു ഉൽപ്പന്നം വാങ്ങുന്നു, അതെന്ത് ചെയ്യുന്നു? അത് ഉപയോഗിക്കുന്നു. ഉപയോഗിച്ചതിൽ നിന്നും നിങ്ങൾക്ക് ഹൃദയം തുറന്ന് സംസാരിക്കാൻ പരസ്യം ഉണ്ടല്ലോ, അതിനേക്കാൾ പവർ വേറൊന്നിനും ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിന് തയ്യാറാവുന്ന ആളുകൾക്കാണ് ഡയറക്റ്റ് സെല്ലിങ്ങിൽ അഥവാ ഈ ബയോട്ടോറിയത്തിൽ വിജയിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ആദ്യം നിങ്ങൾ വാങ്ങുക, ഉപയോഗിക്കുക, അത് നിങ്ങൾ എന്ത് ചെയ്യുക? ഷെയർ ചെയ്യണം. ഷെയർ ചെയ്യാതെ ഈ ബിസിനസ്സിൽ വിജയിക്കാൻ വേണ്ടി സാധിക്കില്ല. പലർക്കും ഇവിടെ എന്താ ചെയ്യുക? ഷെയർ ചെയ്യാൻ മടിയാ. നമ്മൾ വാങ്ങും ആരെങ്കിലും നിർബന്ധിച്ചാൽ, അല്ലെ. എന്നിട്ട് കുറച്ച് ദിവസം ഉപയോഗിക്കും, എന്നിട്ട് എന്ത് ചെയ്യും? എന്നിട്ട് അതിനെ കുറ്റവും പറയും. ഇതൊന്നും ശരിയല്ല, ഇതൊന്നും റിസൾട്ട് ഒന്നുമില്ല, നിങ്ങൾ ഈ പറഞ്ഞ കണക്കെന്ന് പറയും, അല്ലെ. അതിന് വലിയ നാവുണ്ടാവും. കുറ്റം പറയാൻ നമുക്ക് 100 നാവാണ്. എന്നാൽ സത്യം വിളിച്ചു പറയാൻ നമുക്ക് നാവിന് ശക്തി കുറവാണ് പലപ്പോഴും, അല്ലെ. കുറ്റങ്ങൾ വളരെ വേഗത്തിൽ സഞ്ചരിക്കും, ഇല്ലേ. കാട്ടുതീ വരുന്ന പോലെ അത് പടരും. എന്നാൽ സത്യത്തിന് സ്പീഡ് കുറവായിരിക്കും, അല്ലെ. അത് മെല്ലെ മെല്ലെ പോവുള്ളൂ. എല്ലാവർക്കും അറിയാലോ നിങ്ങളുടെ അനുഭവങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ എത്ര വലിയ ആരോഗ്യ പ്രശ്നം അനുഭവിക്കുന്ന ആൾക്ക് നിങ്ങൾ ഇത് കൊടുത്തു നോക്കൂ. അവര് ഉപയോഗിച്ച് നല്ല ചിലപ്പോൾ റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ അവരാരോടും പറഞ്ഞ് കേട്ടിട്ടില്ല. പല അനുഭവങ്ങളും എന്നെ വിളിച്ചു പറഞ്ഞു, സാറേ അത്രയും റിസൾട്ട് കിട്ടിയിട്ട് അദ്ദേഹം ഒരു മനുഷ്യനോട് പോലും പറയുന്നില്ല കേട്ടാ, അല്ലേ. അങ്ങനെയും ചില ആളുകൾ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ചൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അവിടെ നിന്നല്ലെങ്കിൽ അടുത്ത സ്ഥലത്ത് നിന്ന് നമുക്ക് ബിസിനസ്സിലേക്കുള്ള അവസരങ്ങൾ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വിജയിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ സംസാരിക്കാൻ തയ്യാറാകണം എന്നുള്ളതാണ് എപ്പോഴും ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ വരുന്നത്. വിജയിക്കണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? സ്റ്റാർട്ട് വിത്ത് യുവർ സെൽഫ്. നിങ്ങളുടെ വണ്ടി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. മനസ്സിലായ? നിങ്ങളെ ബൈക്ക് എടുത്തിട്ട് അയൽവക്കത്തുകാരനെ വിളിച്ചിട്ടാണോ സ്റ്റാർട്ട് ചെയ്യിക്കുക വണ്ടി? ഇതാ പ്രഭാകരൻ സാർ കാറിലിരിക്കുന്നുണ്ട്, അല്ലേ. പ്രഭാകരൻ സാർ കാർ സ്റ്റാർട്ട് ചെയ്യുന്ന അയൽവക്കത്തെ ആളെ വിളിച്ച് ഒന്ന് അന്നേ സ്റ്റാർട്ട് ചെയ്ത് തന്നേന്ന് പറഞ്ഞിട്ടാണോ? അല്ല, സ്റ്റാർട്ട് വിത്ത് യുവർ സെൽഫ്.
ആരാണോ സ്വയം സ്റ്റാർട്ട് ചെയ്യുന്നത് അവർക്ക് മാത്രമേ ഇതിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി സാധിക്കുള്ളതാണ്. പുഷ് യുവർ സെൽഫ്. നിങ്ങൾ സ്വയം നിങ്ങളെ പുഷ് ചെയ്തുകൊണ്ടേയിരിക്കണം. മനസ്സിലായ? അവരെയാണ് വിജയത്തിലേക്ക് എത്താൻ, അവർക്കാണ് വിജയത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുക. സ്റ്റാർട്ട് യുവർ സെൽഫ്, പുഷ് യുവർ സെൽഫ്. എപ്പോഴും നമ്മൾ മടിയാണ് മനുഷ്യനെ സംബന്ധിച്ചോളം ഉണ്ടാകുക, അല്ലെ? ആ മടി ഇങ്ങനെ വന്ന് നിറയും. അപ്പോൾ പുഷ് യുവർ സെൽഫ്, നിങ്ങൾ തന്നെ സ്വയം നിങ്ങളെ തള്ളിക്കൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം വിജയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഇത് ഏറ്റെടുത്ത് ഇതിനകത്തേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു, പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞ റിസൾട്ട് നമ്മൾ ഷെയർ ചെയ്യില്ല പലരും. എന്നാൽ ഷെയർ ചെയ്യുന്ന ആളുകളുണ്ടാവും. ഷെയർ ചെയ്യുന്നവർ ഷെയർ ചെയ്യട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, വെറും 1-2 പേരെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ വിജയിച്ച വഴിയാ പറയണം. എല്ലാവരും പറയും നമുക്ക് ഈ ഡയറക്റ്റ് സെല്ലിങ്ങിൽ വിജയിക്കണമെങ്കിൽ നമ്മുടെ കമ്പനിയുടെ പ്ലാൻ എന്ന് പറയുന്നത് ലോകത്ത് ഏറ്റവും വേഗത്തിൽ കോടീശ്വരന്മാരെ സൃഷ്ടിക്കാൻ പറ്റുന്ന പ്രൂവ് ചെയ്ത പ്ലാനാണ്. നിരവധി പ്ലാനുകളുണ്ട് ഡയറക്റ്റ് സെല്ലിങ്ങിൽ, ഇല്ലേ? സൺഫ്ലവർ പ്ലാൻ ഉണ്ട്, അതുപോലെ തന്നെ സിംഗിൾ ലെഗ് പ്ലാൻ ഉണ്ട്, ബൈനറി പ്ലാൻ ഉണ്ട്, ഇല്ലേ? അങ്ങനെ പല പല തരത്തിലുള്ള പ്ലാനുകളുണ്ട് നമുക്ക്. പക്ഷെ നമ്മുടെ പ്ലാന്റെ പ്രത്യേകത ഇതൊരു ഹൈബ്രിഡ് ബൈനറി പ്ലാൻ ആണെന്നുള്ളതാണ്. ഹൈബ്രിഡ് ബൈനറി പ്ലാൻ 2 ചാനലിലൂടെ മാത്രം നിങ്ങൾക്ക് ബിസിനസ് ചെയ്തുകൊണ്ട് വളരെ വേഗത്തിൽ നമ്മുടെ ടീമിനെ മുന്നോട്ട് നയിച്ചുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക്, നിങ്ങളുടെ ഫോക്കസിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നതാണ്. 2 ചാനൽ മാത്രം മതി. അങ്ങനെ നിങ്ങൾ 2 ചാനൽ സ്റ്റാർട്ട് ചെയ്തു, ഒരു എയും കൊണ്ടുവന്നു, ബിയും കൊണ്ടുവന്നു, എയും ബിയും വന്നു, അവരൊന്നും അനങ്ങുന്നില്ല. അവർ പറയാം ഞാനിത് ഉപയോഗിച്ചിട്ട് റിസൾട്ടൊക്കെ കിട്ടട്ടെ, 1 മാസം കഴിയട്ടെ, എന്നിട്ട് ഞാൻ പറയാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ വെറുതെ ഇരിക്കുമോ? ഇങ്ങനെ ഇരിക്കുന്ന പലരുണ്ട്. അവരുടെ വാഹനമാണ് സ്റ്റാർട്ട് ആവാതെ അവിടെ കിടക്കുന്നത്. മനസ്സിലായ? അത് എന്താ പറയാ, കാർ പാർക്ക് കിടക്കുന്ന കാറിനെ പോലെ ഇരിക്കും അവര്. മനസ്സിലായില്ലേ? കാർ പാർക്കിൽ വെക്കാനാണോ കാർ വാങ്ങിച്ചത്? കാർ പാർക്കിൽ വെക്കാനാണോ കാർ വാങ്ങിക്കുന്നത്? അല്ലല്ലോ. അപ്പൊ അതുപോലെയാവും പലരും. കാർ പാർക്കിൽ വെച്ചിരിക്കുന്ന വാഹനത്തെ പോലെയാവും നമ്മൾ വെറും 2 പേരെയും കൊണ്ടുവന്ന് അവർ പഠിച്ച് ഗവേഷണം നടത്തിയിട്ട് ഇതിനകത്തേക്ക് പ്രവർത്തിക്കാൻ വരുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ കൂടുതൽ ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നുള്ളതാണ്, കൂടുതൽ ആളുകളെ കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈബേട്ടത്തിൽ വിജയിക്കാനുള്ള വഴി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ചെയ്ത വഴി അതാണ്. ഞാൻ കൂടുതൽ ആളുകളെ കാണാൻ വേണ്ടി ചെന്നു. പലപ്പോഴും റിജക്ഷൻ ഉണ്ടാവും, ഒബ്ജക്ഷൻ ഉണ്ടാവും. അവർക്ക് അറിയാത്തൊരു സബ്ജക്റ്റാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്, ഇല്ലേ? ഇത്രയും നാളും കേട്ടുകേൾവിയില്ലാത്ത സബ്ജക്റ്റാണ് സംസാരിക്കുന്നത്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇത് വന്ന അവസരത്തിൽ കേരളത്തിലേക്ക് വന്ന അവസരത്തിൽ ഇവിടെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുക. കോഴിക്കോട് റിസൾട്ട് കിട്ടിയിട്ടുണ്ടോ? തലശ്ശേരി ആർക്കെങ്കിലും റിസൾട്ട് കിട്ടിയിട്ടുണ്ടോ? പാനൂർ റിസൾട്ട് ആർക്കും കിട്ടിയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അവരവരുടെ നാട്ടിലെ കൊടുങ്ങല്ലൂരായിരിക്കും റിസൾട്ട് കിട്ടിയിട്ടുണ്ടോ എന്നാ ചോദിക്കുക, ഇല്ലേ? അലീക്ക അല്ലെങ്കിൽ സലീംക്കൊക്കെ ഉണ്ട്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, അന്ന് കേരളത്തിൽ പോലും ഒരു റിസൾട്ട് ഇല്ല എന്നുള്ളതാണ്. പിന്നെ എങ്ങനെ ഇത് മേടിക്കും എന്നാ ചോദിക്കുന്നത്. ഇത്രയും നല്ല ആശുപത്രി സംവിധാനങ്ങൾ, ഇല്ലേ? പുതിയ ടെക്നോളജി, പുതിയ സംവിധാനം ഒക്കെ വന്ന ഈ സാഹചര്യത്തിൽ എന്ത് വിശ്വാസത്തിലാണ് ഇത് വാങ്ങിക്കുക എന്നാണ് ആളുകൾ ചോദിച്ചുകൊണ്ടിരുന്നത്. പൊന്നു സുഹൃത്തുക്കളെ, നോർത്ത് ഇന്ത്യയിൽ കിട്ടിയ റിസൾട്ടുകൾ കേട്ടപ്പോഴുള്ള ഒരു ആവേശമുണ്ട് നമ്മുടെ മനസ്സിൽ. അത് മനസ്സിലാക്കിയപ്പോൾ, അതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് ഒരു ആത്മവീര്യം ഉള്ളിൽ നിന്നൊരു തീ കത്താൻ വേണ്ടി തുടങ്ങും നമുക്ക്. ഉള്ളിൽ നിന്ന് കത്തുന്ന തീയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ്. അപ്പോ ആ റിസൾട്ടുകളുടെ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്തപ്പോൾ വിശ്വസിച്ച് വാങ്ങിച്ച ആളുകളുണ്ട്. അതുപോലെ എനിക്ക് കിട്ടിയ റിസൾട്ട്, എൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്ക് കിട്ടിയ റിസൾട്ട്, ആ റിസൾട്ടാണ് നമുക്ക് മുന്നോട്ട് നീങ്ങാനുള്ള വാഹനത്തിന്റെ ഇന്ധനമായി മാറിയത് എന്നുള്ളതാണ്. മുന്നോട്ട് നീങ്ങാനുള്ള വാഹനത്തിന്റെ ഇന്ധനമായി മാറി നമുക്ക് കൊടുത്ത ആളുകൾക്കുള്ള ചെറിയ റിസൾട്ടുകളാണെന്നുള്ളതാണ്. അപ്പൊ പ്രൊഡക്റ്റിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. അങ്ങനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് വിജയിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി, ഇല്ലേ? ഏറ്റവും എളുപ്പ വഴിയാണ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. 2 ടയറുള്ള വാഹനം, സൈക്കിളുണ്ട്. സൈക്കിളിൽ പോയാലും നമുക്ക് ഇവിടുന്ന് തിരുവനന്തപുരത്ത് എത്താം, അല്ലേ? 2 വീലറിൽ പോയാലും നമുക്ക് തിരുവനന്തപുരത്ത് എത്താം, ഇല്ലേ? എത്തൂലേ? നടന്നു പോയാലും എത്താം. പക്ഷെ വേഗത്തിലെത്തുന്ന എന്ത് വേണം? അതിനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗിക്കണം എന്നുള്ള, അതിനുള്ള സംവിധാനമാണ് കൂടുതൽ ആളുകളിലേക്ക് നമ്മൾ എത്തിച്ചേരുക എന്നുള്ളതാണ്. അതുകൊണ്ട് 2-ൽ 20-ൽ 200 പേരെ നിങ്ങൾക്ക് ഡയറക്റ്റ് കൊണ്ടുവരാൻ പറ്റിയാൽ അത്രയും നല്ലതാണ് എന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങളൊരു കല്യാണം നടക്കുകയാണ് വീട്ടിലെങ്കിൽ നിങ്ങൾ 200-ൽ 1500-ൽ 2500 പേരെ വിളിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ടാവും, ഇല്ലേ? ലിസ്റ്റ് എഴുതുന്നവരുണ്ടാവും. അവരിലേക്ക് മടി കൂടാതെ ചെന്ന് ഇറങ്ങി സംസാരിക്കാൻ വേണ്ടി സാധിക്കണം എന്നുള്ളതാണ്. പലർക്കും മടിയാണ്. ഇത് ചെയ്താൽ എന്തോ ഒരു അപരാധം ചെയ്യും പോലെയാണ്, ഇല്ലേ? ഇതാരോടും പറയുമ്പോൾ നമ്മുടെ വില കുറഞ്ഞു പോകുമോ എന്നുള്ളൊരു തോന്നലാണ് പലരോടും പറയാൻ മടിക്കുന്നത് എന്നുള്ളതാണ്. വിജയിക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ. അവരെന്ത് വിചാരിക്കും എന്നുള്ള ചിന്ത പാടില്ല. നമ്മൾ അവർക്കൊരു ജീവനും ജീവിതവും കൊടുക്കാൻ വേണ്ടി പോകുന്നതാ. നമ്മുടെ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത ഏതാണ്? എത്രയോ ആളുകൾ നമ്മൾ പറഞ്ഞിട്ട് വാങ്ങാത്ത ആളുകൾ പലരും, ഇല്ലേ, ഇന്ന് ജീവിതത്തിൽ നിന്ന്
പോയി കഴിഞ്ഞ ആളുകളുണ്ട്, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ജീവിതം. അതൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് സങ്കടങ്ങൾ തോന്നാറുണ്ട്. ചില ആളുകളോട് നമ്മൾ പറഞ്ഞിട്ടില്ല, അത് പറയാതിരുന്നതാണ് അബദ്ധം എന്ന് പിന്നീട് നമുക്ക് തോന്നിയിട്ടുണ്ട്. അവർ വാങ്ങിയാലും വാങ്ങിയില്ലെങ്കിലും നമുക്ക് സംസാരിക്കുന്നത് ഒരു തെറ്റുമില്ല എന്ന ഒരു മനോഭാവത്തോടു കൂടിയിട്ട് ഈ പ്രൊഡക്റ്റ് നിങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടി തയ്യാറാകുക എന്നുള്ളതാണ്. അപ്പൊ അത്രയും നല്ല മിറാക്കിൾ റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന സയന്റിഫിക്കലി പ്രൂവനായ ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, അല്ലെ? എല്ലാത്തിലും നമ്മൾ ബെസ്റ്റ് ആണ്, ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഒരു സംശയമില്ല, നമ്മൾ പ്രൂവ് ചെയ്തിരിക്കുക. അപ്പൊ ആളുകളെ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് മടി കൂടാതെ പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്, വിജയിക്കാൻ വേണ്ടിയിട്ട്. അന്ന് വെറും 4 പ്രൊഡക്റ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നിരവധി പ്രൊഡക്റ്റുകൾ വന്നു. അപ്പൊ ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സുകൾ ഇപ്പം വളരെ നല്ല രീതിയിൽ നമ്മുടെ കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ന് വെറും 4 മാഗ്നറ്റിക് പ്രൊഡക്ട്സുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പലരും പറഞ്ഞു, ഈ 4 പ്രൊഡക്റ്റും വെച്ചിട്ടൊന്നും ഇവിടെ ഓടില്ല, ഇതിനകത്ത് റീപർച്ചേസ് സിസ്റ്റം ഇല്ല, ഇതിനകത്ത് മറ്റു പ്രൊഡക്റ്റുകളൊന്നുമില്ല, ഒരു കസ്റ്റമർക്ക് ഒരു തവണ വാങ്ങിയാൽ പിന്നെ ആ കസ്റ്റമറെ കൊണ്ട് നമുക്ക് ഒരു പ്രയോജനമില്ല, അല്ലേ? യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല, അതിവിടെ തീർന്നു. ഈ രീതിയിലൊക്കെ ഭയങ്കര പ്രചരണമായിരുന്നു. നിങ്ങളെല്ലാം ഇത് കേട്ട് കാണും. ഇതൊന്നുമല്ല ഡയറക്ട് സെല്ലിങ്, അല്ലേ? പക്ഷേ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, കാലം തെളിയിച്ചു, ഇല്ലേ? പുതിയ പുതിയ പ്രൊഡക്ട്സുകൾ, പാറ്റന്റ് പ്രൊഡക്ട്സുകൾ ബയോട്ടോറിയത്തിൽ ലോഞ്ച് ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൽ നമ്പർ 1 ആണ് മോർ പവർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഏകദേശം 41ഓളം, അല്ലെ, ആയുർവേദ ഹെർബ്സ് പ്രൊഡക്റ്റുകൾ ചേർന്നുകൊണ്ട്, അതുപോലെ തന്നെ യുനാനി ഒക്കെ ഇതിനകത്തേക്ക് ചേർത്തുകൊണ്ട് ഒരു 41ഓളം പ്രൊഡക്ട്സുകൾ ചേർത്തുള്ള മോർ പവർ എന്ന് പറഞ്ഞ വേൾഡിലെ നമ്പർ 1 ആന്റി ഓക്സിഡന്റ് ആണ് നമ്മുടെ മോർ പവർ എന്ന് പറയുന്ന പ്രൊഡക്ട്സ്. ഉപയോഗിച്ച് അതിന്റെ ഗുണം മനസ്സിലാക്കിയ ഒത്തിരി പേര് ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഇല്ലാത്ത ആളുകൾ അത് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മുടെ 11 സിസ്റ്റത്തെയും കറക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന നമ്പർ 1 പ്രൊഡക്റ്റ് ആണ് മോർ പവർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഇതിനെക്കുറിച്ചൊന്നും പലർക്കും അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങൾ മാത്രം വിറ്റഴിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ ടീമിൽ നിലനിൽക്കുന്നുള്ളതാണ്. അതിനെക്കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രൊഡക്റ്റ് ട്രെയിനിങ് ക്യാമ്പുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതുപോലെ തന്നെ അൾട്രാബെറിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അതെല്ലാം തന്നെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് സഹായിച്ചാൽ വലിയൊരു വരുമാനം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. റീറ്റെയിൽ ഇൻകം നന്നായിട്ട് നമുക്ക് അതിലൂടെ എടുക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. റീറ്റെയിൽ ഇൻകം എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് അൾട്രാബെറി എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഞാൻ പലപ്പോഴും ഇത് പറഞ്ഞിട്ടുണ്ട്. 24,000 രൂപ നിങ്ങൾ മുടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 16 ബോട്ടിൽ കിട്ടും. 16 ബോട്ടിൽ, ഒരു ബോട്ടിലിന് 3,250 രൂപയാണ് അതിന്റെ MRP. നിങ്ങൾ 3,000-നാണ് വിൽക്കുന്നതെങ്കിൽ 16 × 3 48,000 രൂപ, 24,000 രൂപ നിങ്ങൾക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. റീറ്റെയിൽ ചെയ്യണം. ഇനി ചെറിയ പാക്കേജ് ഉണ്ട് അതിന്റെ. 13 PV ആണെങ്കിൽ 50 PV ആണെങ്കിൽ 13,200 രൂപയാണ് അതിന്റെ വില വരുന്നത്. അതിനകത്ത് 8 ബോട്ടിൽ ഉണ്ടാവും. 13,000 സംതിങ് അതിന്റെ വിലയുള്ളൂ. 8 ബോട്ടിൽ നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റിയ 24,000 രൂപ കിട്ടും. നേരെ ഇരട്ടി കാശ് കിട്ടുന്ന ഒരു സംവിധാനം അവിടെയും ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ റീറ്റെയിലിലേക്ക് നമ്മൾ മാറുകയാണെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ടൊരു വരുമാനം നമ്മുടെ കയ്യിലേക്ക് എത്തുന്നുള്ളതാണ്. അതുപോലെ തന്നെ ബയോപ്ലാൻസ് ഉൽപ്പന്നങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ. അതിനെക്കുറിച്ചെല്ലാം പഠിപ്പിക്കാനുള്ള ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുക. അപ്പം ടീമിന് എഡ്യൂക്കേഷൻ ഇല്ല എന്നുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. എഡ്യൂക്കേറ്റ് ചെയ്താൽ മാത്രമേ അവർക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിൽ നിന്ന് അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. അതിലൂടെ വലിയൊരു വിപണന രീതി നമുക്കിവിടെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. അതിലൂടെ നല്ലൊരു വരുമാനത്തിലേക്ക് നമുക്ക് എത്തപ്പെടാൻ വേണ്ടി സാധിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. വരും ദിവസങ്ങളിൽ അതിനു വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ഓരോ സ്ഥലങ്ങളിലും പ്രത്യേകം ട്രെയിനേഴ്സിനെ വെച്ചുകൊണ്ട് ഓരോ ഉൽപ്പന്നത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും. ഈ ബുധനാഴ്ച വടകരയിൽ നമ്മുടെ പ്രോഗ്രാം ഉണ്ട്. അവിടെ വെറും ഈ പ്രൊഡക്ട്സ് ട്രെയിനിങ് മാത്രമാണ് വടകരയിൽ. ആ പ്രദേശത്തുള്ള ആളുകൾക്ക് അതിനകത്തേക്ക് പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ എത്തുക. രാവിലെ 9:30 മണിക്ക് അവിടെ എത്തണം. 10 മണിക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. ഉച്ചവരെയുള്ള ആ പ്രോഗ്രാം. ആ പ്രദേശത്തുള്ളവർ എത്തുക അവിടെ വടകര പ്രദേശത്ത്. അതിന്റെ പിക്കുകളെല്ലാം ഗ്രൂപ്പിലേക്ക് ഇന്നലെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇന്നും അതിന്റെ ഗ്രൂപ്പുകൾ ഷെയർ ചെയ്യും. ഇന്ന് തിങ്കളാഴ്ചയാണ്, മറ്റന്നാളാണ് പ്രോഗ്രാം വടകരയിൽ. അവിടെ വെറും പ്രൊഡക്റ്റ് ട്രെയിനിങ് ആണ്. പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചെടുത്തിട്ട് നിങ്ങളുടെ ടീമിലേക്ക് അത് നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുകയാണെങ്കിൽ വലിയ വിപ്ലവം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ നിരവധി പ്രൊഡക്ട്സുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അടുത്തത് വരുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേൾക്കാത്തവരുണ്ടെങ്കിൽ ഞാൻ പറയാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വരാം, മൈലേജ് കൂട്ടാൻ വേണ്ടിയിട്ട് പെട്രോളിന്റെയും ഡീസലിന്റെയും മൈലേജ് കൂട്ടുന്ന ഉൽപ്പന്നം, വളരെ മിറാക്കിൾ റിസൾട്ട് കിട്ടുന്ന ആ ഒറ്റ പ്രൊഡക്റ്റ് മാത്രം മതി എന്നെ സെവിക്കുന്നവ നിങ്ങൾക്ക് കോടീശ്വരനാകാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം, നമ്മളെല്ലാവരും തന്നെ വാഹനങ്ങൾ ഓടിക്കുന്നവരാണ്, അല്ലെ? വാഹനങ്ങളുടെ മൈലേജിനെ കുറിച്ച് എപ്പോഴും പരാതികളാണ്, അല്ലെ? ആ വണ്ടി ചെരിച്ചു വെച്ച് അല്ലെ അവിടുന്ന് വീണ്ടും നിവർത്തി വെച്ച് സ്റ്റാർട്ടാക്കി ഓടിപ്പോകുന്നവരാണ് നമ്മൾ പലപ്പോഴും, അല്ലെ? ചിലപ്പോൾ അങ്ങനെ പെട്ടുപോകാറുണ്ട് അബദ്ധത്തിൽ. അപ്പോൾ ഇവിടെ നല്ല മൈലേജ് കിട്ടുന്ന ഇന്ത്യ ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള പാറ്റന്റ് പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. അത്
60-65% മൈലേജ് വർദ്ധിപ്പിക്കുന്നുള്ളതാണ്. നിങ്ങളുടെ വാഹനത്തിലേക്ക് അത് 2 ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതെല്ലാം നമുക്ക് മാഗ്നറ്റിന്റെ ഡെമോ കാണിക്കും പോലെ തന്നെ കൃത്യമായിട്ട് ഡെമോ കാണിച്ചു കൊടുത്ത് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എങ്ങനെയാണ് ഡെമോ കാണിച്ചു കൊടുക്കുക? അത് ബൈക്ക് സ്റ്റാൻഡിൽ നിർത്തിയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വേഗത ഉണ്ടാവും, ഒരു സ്പീഡ് ഉണ്ടാവും, അല്ലേ? ആ സ്പീഡ് മാക്സിമത്തിൽ ഇട്ട് നിങ്ങൾ നോക്കുക, എന്നിട്ട് ഇതിന്റെ വേഗത ഒന്ന് അളന്ന് നോക്കുക എത്രയുണ്ടെന്ന് സ്പീഡോമീറ്റർ വെച്ചിട്ട്. അതിനുശേഷം ബൈക്ക് ഓഫ് ചെയ്യുക. രണ്ടാമത് എന്ത് ചെയ്യുക? നമ്മുടെ 2 ഡ്രോപ്സ് ലിക്വിഡ് ആ ടാങ്കിലേക്ക് ഒഴിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ സ്പീഡ് ഒന്ന് അളന്ന് നോക്കുക. അതിന്റെ സ്പീഡ് നടക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും, സ്പീഡിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് കാണിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകളാണ് ഇനി ഇപ്പോൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കമ്പനി അവകാശപ്പെടുന്നത് 1 ലിറ്റർ പ്രൊഡക്റ്റ് നമ്മുടെ വാങ്ങി ഉപയോഗിക്കുകയാണെങ്കിൽ, 1 ലിറ്ററിന്റെ ആണ്, 1 ലിറ്ററിന്റെ 1/2 ലിറ്റർ ഉണ്ടാവും. 1 ലിറ്ററിന്റെ നമ്മൾ വാങ്ങി ഉപയോഗിക്കുകയാണെങ്കിൽ ഏകദേശം 23,000 റുപ്പീസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും? ഇന്ധനത്തിൽ ലാഭിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ള 23,000 രൂപയോളം നിങ്ങൾക്ക് ക്യാഷ് സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് പഠന റിപ്പോർട്ടുകൾ പറയുന്നത്. ആ പ്രൊഡക്റ്റ് ഇപ്പോൾ വരാൻ വേണ്ടി പോവാ, ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോവാ. അതുപോലെ തന്നെ പുകയുണ്ടാവില്ല. ചില വാഹനങ്ങൾക്ക് കാണാം കരിമ്പുകയായിരിക്കും, അല്ലേ? ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ പുകയുണ്ടാവില്ല. അതുപോലെ എഞ്ചിന്റെ ക്ഷമത കൂടും. ഇങ്ങനെയുള്ള കുറേ ഗുണങ്ങൾ ആ പ്രൊഡക്റ്റിനുണ്ട്. അതിപ്പം അടുത്ത് തന്നെ ലോഞ്ച് ചെയ്യും. ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒറ്റ പ്രൊഡക്റ്റ് മാത്രം മതി എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ നിങ്ങൾ ഉദ്ദേശിക്കാത്ത രീതിയിലേക്കുള്ള നല്ലൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം പ്രൊഡക്റ്റിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പലർക്കും അതിനുള്ള ട്രെയിനിങ്ങൾ വരുന്നുണ്ട്. നമ്മളൊരു പ്രൊഡക്റ്റിലേക്ക് ഫോക്കസ് ചെയ്യാതെ പ്രൊഡക്റ്റ് മനസ്സിലാക്കണം, പഠിക്കണം, അതാണ് ഷെയർ ചെയ്യേണ്ടതെങ്കിലും നിങ്ങളുടെ മനസ്സിലെപ്പോഴും ഓപ്പർച്യൂണിറ്റി, അവസരങ്ങളും സാധ്യതകളുമാണ് ലൈഫ് എന്ന് പറയുന്നത്, അല്ലേ? ലൈഫ് എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ്, അല്ലേ? എന്താണ്? ഓപ്പർച്യൂണിറ്റീസ് ആണ് ലൈഫ് എന്ന് പറയുന്നത്. അവസരങ്ങളാണ്, അതേപോലെ തന്നെ സാധ്യതകളാണ്, പോസിബിലിറ്റീസ് ആണ്. അവസരങ്ങളും സാധ്യതകളും, ഓപ്പർച്യൂണിറ്റീസ് പോസിബിലിറ്റീസ് ആണ് ജീവിതം എന്ന് പറയുന്നത്. അത് ആരൊക്കെ കൃത്യസമയത്ത് തിരഞ്ഞെടുക്കുന്നുണ്ടോ, ആരൊക്കെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ, അവർക്ക് മാത്രമേ ജീവിത വിജയം ഉണ്ടാകുള്ളൂ എന്നുള്ളതാണ്. അവർക്ക് മാത്രമേ ജീവിതം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് നിങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങാൻ വേണ്ടി സാധിക്കും. അവിടെയാണ് പ്ലാന്റെ പ്രസക്തി എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാൻ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ബയോട്ടോറിയത്തിന്റെ പ്ലാനിനെ കുറിച്ച് സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്ന് പറയുകയാണെങ്കിൽ, ഇന്ന് ഇതിനെ വെല്ലാൻ സാധിക്കുന്ന ഒരു പ്ലാനും ഇന്ന് നിലവിലില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് 1 വർഷം കൊണ്ട്, അല്ലേ, ഇത്രയും എമൗണ്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിച്ചത്. ഒരു 300-ലധികം കോടീശ്വരന്മാരെ കമ്പനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചതും ഈ പ്ലാന്റെ പവറാണ്. പ്ലാന്റെ പവർ, പ്രൊഡക്റ്റിന്റെ പവറിനെ കുറിച്ച് മോശമെന്നല്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതേപോലത്തെ ഒരു പ്ലാൻ 2 മത്സരിക്കുകയാണ്, അല്ലേ? ബെസ്റ്റ് പ്ലാനാണ്. ഒരു 100 PVയുടെ സെയില് നമ്മുടെ ടീമിൽ എവിടെയെങ്കിലും നടന്നാൽ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം 100 PVയുടെ സെയില് ജീനിയസിലും 100 PVയുടെ സെയില് വിന്നേഴ്സിലും നടന്നാൽ നമുക്ക് 6,820 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നുള്ളതാണ്. അതിന്റെ TDS 2% കഴിച്ച് 6,683 രൂപ 6,683 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്ന ഒരേ ഒരു കമ്പനി ഉണ്ടെങ്കിൽ അത് ബയോട്ടോറിയം മാത്രമേ ഉള്ളൂ. ഞങ്ങളൊക്കെ തുടങ്ങിയ സമയത്ത് 100 PV മാച്ച് ആയാൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് 5,025 രൂപയായിരുന്നു. 5,025 രൂപ. ഇപ്പൊ അത് എത്രയായിട്ടുണ്ട്? 6,820 രൂപയായിട്ടുണ്ട്. വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. പല കമ്പനികളും വെട്ടിക്കുറക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ബയോട്ടോറിയം കമ്പനി വീണ്ടും കസ്റ്റമറിലേക്ക്, ഡിസ്ട്രിബ്യൂട്ടേഴ്സിലേക്ക് ആനുകൂല്യങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. 6,820 രൂപ. അത് 2 കട്ട് ഓഫ് ഉണ്ട്. 2 കട്ട് ഓഫിലൂടെ നമുക്ക് 13,000 സംതിങ് രൂപ നമുക്ക് ഒരു ദിവസം വെറും 100 PV മാത്രം ഫോക്കസ് ചെയ്ത് പണിയെടുത്താൽ പോലും നമുക്ക് 13,000 ചില്ലാൻ രൂപ നമുക്ക് നേടാൻ വേണ്ടി സാധിക്കും. ഒരു മാസം 4 ലക്ഷം രൂപ നേടാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഇൻകം പ്ലാന്റെ പവർ എന്ന് പറയുന്നത്. അപ്പോൾ 1 കോടി അടിക്കണമെങ്കിൽ അധിക ദിവസമൊന്നും വേണ്ട, മനസ്സിലായ? ശരിക്കും ഫോക്കസ് ചെയ്ത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കോടി അടിക്കാൻ അധിക സമയമൊന്നും വേണ്ട. കോടിയിലേക്ക് എത്താവും. കോടി എന്നൊക്കെ പറയാം, നടക്കൂല എന്ന് പറയുന്ന ആളുകളുണ്ട്. അതൊക്കെ അവർക്ക് കുറച്ചു പേർക്കേ നടക്കുള്ളൂ. നമുക്കൊന്നും കഴിയില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ പുറകോട്ട് വലിക്കുന്ന ആളുകളുണ്ട്. ഇവരൊക്കെ ഇങ്ങനെയൊക്കെ പലതും പറയും, ഇല്ലേ? നിങ്ങൾ ഫീൽഡിൽ പോകുമ്പോൾ പറയും, അവരൊക്കെ പലതും പറയും. അതൊക്കെ മുകളിൽ നിൽക്കുന്ന ആൾക്ക് കിട്ടുള്ളൂ, നിങ്ങൾക്കൊന്നും കിട്ടില്ല എന്നാ പറയാ ആളുകൾ. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇവിടെ 100 PV മാച്ച് ചെയ്താൽ ബബിത മേഡത്തിനായാലും പ്രഭാകരൻ സാറിനായാലും ഗീതാ മേഡത്തിനായാലും എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും 6,820 രൂപ കിട്ടും. ഏറ്റവും മുകളിൽ നിൽക്കുന്നു ഞാൻ എന്നതുകൊണ്ട് എനിക്ക് അതിൽ കൂടുതലൊന്നും കമ്പനി 1 രൂപ തരില്ല കേട്ടോ. എനിക്കും 6,820 രൂപയെ തരുള്ളൂ. അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതാണ് ബയോട്ടോറിയത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്.
ടോപ്പ് ലീഡർക്ക് എന്നാൽ ഒരു 100 PV മാച്ച് ചെയ്യുമ്പോൾ ഒരു 25,000 രൂപ കൊടുത്തേക്കാന്ന് സാഗർ ജോഷി സാറ് വിചാരിച്ചിട്ടില്ല. നടക്കൂല, ഞാൻ തൊട്ട് വിചാരിക്കാനും പോകുന്നില്ല. മനസ്സിലായ? അതുകൊണ്ട് എനിക്കും 6,820 രൂപ, എനിക്ക് 100 PVക്ക് ഒരു 500 PV മാച്ച് ചെയ്തു എന്ന് വിചാരിക്കാം. 500 PV മാച്ച് ആയാലും ഫാമിലി ബോണസ് എത്രയേ കിട്ടുള്ളൂ? 6,820 രൂപയെ കിട്ടുള്ളൂ അല്ലേ? ബാക്കി വരുന്ന 400 PVയുടെ കമ്മീഷനെ എക്സ്ട്രാ കിട്ടുള്ളൂ. ആ ഒരു ലെവലിലേക്ക് നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഏറ്റവും ബോട്ടം ലെവലിൽ വർക്ക് ചെയ്യുന്നവരാണ് ഏത് ഡയറക്ട് സെല്ലിങ്ങിന്റെയും അല്ലേ ശക്തി കൂട്ടുന്നത്. അവരാണ് ഇത് ഏറ്റെടുക്കുന്നത്. അവരിലൂടെയാണ് കമ്പനിയും നമ്മളും ചലിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് കൂടുതൽ വരുമാനം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കമ്പനിയുടെ പോളിസി. ഫീൽഡിലിറങ്ങി മഴയും വെയിലും കൊള്ളുന്ന ആളുകളാണ് ബോട്ടം ലെവലിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ അല്ലെ. പുതിയ ആളുകൾ വന്ന് അവരെ ഒട്ടം 2 പേരെ കൊണ്ടുവരാനാണ്. അപ്പൊ അവർക്ക് കൂടുതൽ വരുമാനം കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. ഒരു സംശയം വേണ്ട, പ്രൂവ് ചെയ്തിരിക്കുന്നതാണ്. ഇത്രയും കോടീശ്വരന്മാരെ സൃഷ്ടിക്കാൻ ഇവിടെ ഉണ്ടായിരുന്ന എത്ര കമ്പനികളുണ്ട് ഇവിടെ അല്ലെ? എത്ര കമ്പനികൾ ഇവിടെ ഉണ്ടായിരുന്നു? ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ബെസ്റ്റ് കമ്പനി, ബെസ്റ്റ് പ്രൊഡക്റ്റ് അല്ലെ, ബെസ്റ്റ് പ്ലാൻ അല്ലെ, എല്ലാം ബെസ്റ്റാണ്, ഒരു സംശയവും വേണ്ട. ഇനി പേ ഔട്ട് ആണെങ്കിലോ, പേ ഔട്ട് ഡെയിലി കൊടുത്തുകൊണ്ടിരുന്നതാണ്. അത് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ചില സാങ്കേതിക പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് അത് മാറ്റി വെക്കേണ്ടി വന്നത്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. മിക്കവാറും ഓഗസ്റ്റ് മാസത്തോട് കൂടിയിട്ട് ഡെയിലി പേ ഔട്ട് ഇരുന്ന സംവിധാനത്തിലേക്ക് കമ്പനി മാറാൻ വേണ്ടി പോകുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഡെയിലി സുപ്രഭാതങ്ങളിൽ 4-4.5 മണിക്കുള്ളിലില്ലേ നമ്മുടെ മൊബൈലിലേക്ക് ഒരു സൗണ്ട് വരുമായിരുന്നു അല്ലേ? തുടക്കത്തിലുള്ളവർ ആരും ഉണ്ടെങ്കിൽ അവർക്ക് അറിയാൻ വേണ്ടി സാധിക്കും അല്ലെ? ആ സൗണ്ടാണ് നമ്മൾ ഉണർത്തുക എന്നുള്ളതാണ്. അത് വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു വലിയൊരു ആവേശമായിരുന്നു അല്ലേ? ഡെയിലി പ്രവർത്തിക്കാനുള്ള ഒരു ഊർജം കിട്ടുമായിരുന്നു അതിനകത്ത്. ആ രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമവും കമ്പനി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുക. അത് കമ്പനിയുടെ ഭാഗത്തുള്ള കുറവ് കൊണ്ടല്ല, ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ചില തടസ്സങ്ങൾ കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഡയറക്ടറുള്ള ബയോട്ടോറിയത്തിലുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് 13 PVക്ക് 3,100 രൂപയൊക്കെ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളതാണ്. നിങ്ങൾ ഏതെങ്കിലും കമ്പനി എടുത്ത് പരിശോധിച്ച് നോക്കിക്കോളൂ. 3,100 രൂപയ്ക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കോടികൾ നേടാനുള്ള അവസരം ബയോട്ടോറിയം നൽകുന്നു എന്നുള്ളതാണ്. നേരത്തെ അത് 5,200, 4,400 ഒക്കെ ആയിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം MD അത് പുതുതായിട്ടൊരു പ്ലാൻ അനൗൺസ് ചെയ്ത പാക്കൂട്ടത്തിൽ 13 PVക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വെറും 3,100 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് എൻട്രി കിട്ടുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടാവില്ല. അതാണ് ബയോട്ടോറിയത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ബയോട്ടോറിയത്തിന്റെ മറ്റൊരു പ്രത്യേകത അതാണ്. ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ പെട്ടെന്ന് ആളുകളിലേക്ക്, കൂടുതൽ ആളുകളിലേക്ക് ചെന്നുകയും 3,100 രൂപ അവരോട് വാങ്ങിക്കുമ്പോൾ ആ കൊടുക്കുന്ന പ്രൊഡക്റ്റിന്റെ മഹത്വത്തെക്കുറിച്ചല്ല വിവരിക്കേണ്ടത്, അവർക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച്, അവസരത്തെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ വിവരിച്ചു കൊടുക്കേണ്ടതാണ്. ഓപ്പർച്യൂണിറ്റി സെയിൽ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ആരാണോ മോർ പ്ലാൻ കാണിക്കുന്നത് അല്ലേ? മോർ പ്ലാൻ മോർ ഇൻകം, ലോ പ്ലാൻ ലോ ഇൻകം, നോ പ്ലാൻ നോ ഇൻകം. നിങ്ങൾ ഒരു ദിവസം എത്ര പേർക്ക് പ്ലാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടോ എന്നനുസരിച്ചാണ് നിങ്ങളുടെ വിജയത്തിന്റെ തോത് എന്ന് പറയുന്നത്. ആളുകൾക്ക് പ്ലാൻ കാണിച്ചു കൊടുക്കണം. പ്രൊഡക്റ്റ് മാത്രം പരിചയപ്പെടുത്തിയാൽ പോരാ. പ്രൊഡക്റ്റ് വിൽപ്പനയിലൂടെയൊന്നും കോടികൾ ഉണ്ടാക്കാൻ പറ്റില്ല. ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ ടീമിലേക്ക് കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വലിയ റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. നിങ്ങൾ എത്ര പേരെ ജോയിൻ ചെയ്തു എന്നാണ് ആദ്യം ചോദിക്കുക അല്ലെ? ഈ ജോയിനിങ് എന്നുള്ള പദം തന്നെ നമ്മൾ നിർത്തണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മനസ്സിലായി? നിങ്ങൾ ജോയിൻ ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. അല്ലേ? ഞാൻ ബയോട്ടോറിയത്തിൽ ജോയിൻ ചെയ്തിട്ട് ഇത്ര ദിവസമായി എന്ന് പറയുന്നത്. ഇതൊരു ജോയിൻ ചെയ്യുന്ന ഒരു പ്രക്രിയയല്ല ഡയറക്ട് സെല്ലിംഗ് എന്ന് ആദ്യം മനസ്സിലാക്കുക. ആ ഒരു പദം തന്നെ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ്. ജോയിൻ ചെയ്തു അല്ലേ? ആ ജോയിൻ ചെയ്യുന്ന ഒരു സംവിധാനം അല്ല ഇത്. എന്താണ് ഇത്? ജോലിയാണോ ജോയിൻ ചെയ്യാൻ വേണ്ടി പോയിട്ട് അല്ലെ? ഗവൺമെന്റ് ജോലിക്കാർ പോയി പറയും അവിടെ ജോയിനിങ് റിപ്പോർട്ട് കൊടുത്തു അല്ലേ പ്രഭാകരൻ സാറേ? അവിടുന്ന് റിലീസ് ചെയ്യുമ്പോൾ അതാണ് റിലീസ് റിപ്പോർട്ട് കൊടുത്തു ഇങ്ങനെ ചോദിക്കും നമ്മൾ. ഇവിടെ ജോയിനിങ് അല്ല. ഇതെന്താണ് ഇവിടെ നടക്കുന്നത്? ഇതൊരു ഇൻഡസ്ട്രിയാണ്. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞ ഒരു ഇൻഡസ്ട്രിയാണ്. ഞാനൊരു പുതിയ ബിസിനസ് തുടങ്ങിയിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ വേണ്ടി സാധിക്കണം. ഞാനൊരു പുതിയ ബിസിനസ് തുടങ്ങിയിരിക്കുന്നു അല്ലേ? ഞാൻ ജോയിൻ ചെയ്യല്ല ബയോട്ടോറിയത്തിൽ. നിങ്ങളൊരു ബിസിനസ് തുടങ്ങുക എന്ന് വിചാരിക്കാം. നിങ്ങൾ ബിസിനസ് തുടങ്ങിയാൽ ഞാനൊരു ഇതിനകത്തേക്ക് ജോയിൻ ചെയ്തു എന്നാണ് പറയാം. നിങ്ങളൊരു ബിസിനസ് സ്ഥാപനം തുടങ്ങുക, ഒരു ബേക്കറി തുടങ്ങുകയാണ് നിങ്ങൾ, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങുക. ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ ജോയിൻ ചെയ്തു എന്നാണോ പറയാ? ആണോ? അല്ല അല്ലേ? ഞാനൊരു പുതിയ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് അല്ലേ, സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ആയിരിക്കണം നിങ്ങൾ പറയേണ്ടത്. ഞാനൊരു പുതിയ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് നിനക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ ബിസിനസ്സിൽ പാർട്ട്ണർ ആവാം, എൻ്റെ അസോസിയേറ്റ്സ് ആവാം.
ഇങ്ങനെ അസോസിയേറ്റ്സ് ആയാൽ വലിയ വരുമാനം നിങ്ങൾക്ക് നേടാൻ വേണ്ടി സാധിക്കും എന്ന് അവരോട് പറഞ്ഞു കൊടുക്കുക. മനസ്സിലായോ? ഇതിന് വലിയ ബിസിനസ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കണം. ഇതൊരു വലിയ അവസരമായിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി സാധിക്കണം എന്നുള്ളതാണ് ആദ്യമായിട്ട് എനിക്ക് പറയാണ്. ഈ ജോയിനിങ് എന്നുള്ള പദം നിർത്തണം. നീ എൻ്റെ താഴെയാണ്, ഞാൻ അവൻ്റെ മുകളിലാണ്. മനസ്സിലായ? ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ ഈ ഫീൽഡിൽ പോകുമ്പോൾ ഒരിക്കലും പറയരുത് കേട്ടോ. നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്നതാണ്, പണ്ട് പഠിച്ചതാണ് അല്ലേ. ആ ഇവൻ എൻ്റെ താഴെയാണെന്ന് പറയാം. അവൻ കേൾക്കുമ്പോൾ തന്നെ അവന് ഭ്രാന്ത് വരാൻ തോന്നി. ഇവൻ്റെ താഴെയാണ് ഞാൻ നിൽക്കണത് അല്ലേ, ഞാനില്ല പരിപാടിക്ക്, ഞാൻ നിർത്തി. ഇവൻ 4ാം ക്ലാസ്സും കുസ്തിയും കൊണ്ട് കിടക്കുന്നത്, ഞാനിവിടെ PG കഴിഞ്ഞവനാണ്, എന്നിട്ട് ഞാൻ ഇവൻ്റെ താഴെ വരും. പിന്നെ പിറ്റേ ദിവസം വിളിച്ചാൽ അവൻ ഫോൺ എടുക്കൂല. ഫോൺ എടുക്കാൻ വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ പറയും എനിക്ക് സുഖമില്ല, ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞാൽ കട്ട് ചെയ്ത് പോകും. അതുകൊണ്ട് നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നമ്മൾ അസോസിയേറ്റ്സ് ആണ് അല്ലെ, ബിസിനസ് അസോസിയേറ്റ്സ് ആണ്, അല്ലെങ്കിൽ ബിസിനസ് പാർട്ട്നേഴ്സ് ആണെന്ന് നമുക്ക് പറയുമ്പോൾ ഞങ്ങൾ പാർട്ട്ണറാ എന്ന് പറയാം, ഞങ്ങൾ ഒരുമിച്ച് ബിസിനസ് ചെയ്യുന്നവരാണ് എന്ന് പറയണം. അത്രേ ഉള്ളൂ. ഈ പഴയ ആളുകൾ ചോദിക്കുന്നു ആരാ മോൾ അപ്ലൈൻ ആരാ ഡൗൺലൈൻ ആരാന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ അസോസിയേറ്റ്സ് ആണ് എന്ന് പറയാനുള്ള ഒരു മനോഭാവം നമ്മൾ കാണിക്കണം. അവിടെ നിങ്ങൾ വലിയ ആളൊന്നും ആവണ്ട. മനസ്സിലായില്ലേ? പലർക്കും അതാണ്, ഞാൻ അപ്ലൈൻ ആണ്, ഇത് ഡൗൺലൈൻ ആണ്. ഇങ്ങനെ പരിചയപ്പെടുത്താതെ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കണം എൻ്റെ പൊന്ന സുഹൃത്തുക്കൾ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളും അപ്ലൈൻ അല്ലേ അല്ലേ? അദ്ദേഹവും നാളെ അപ്ലൈൻ അല്ലേ? അദ്ദേഹം ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അദ്ദേഹം അപ്ലൈൻ ആയില്ലേ അല്ലേ? പക്ഷെ എന്നാലും ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആളുകളിൽ ഉണ്ടാകും. ആ രീതിയിലുള്ള പദപ്രയോഗങ്ങൾ നടത്താതെ നമ്മൾ ടീമിനെ നയിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. അപ്പൊ എന്താണ് ബയോട്ടോറിയന്റെ പ്രത്യേകത എന്ന് മനസ്സിലായി. നിരവധി അവാർഡുകൾ വാരിക്കുട്ടിയ കമ്പനി. അവാർഡിലേക്ക് ഒന്നും ഞാൻ പോകുന്നില്ല, ഇന്നലെ രാത്രി ഇതൊക്കെ പറഞ്ഞതാണ് അല്ലെ. ലാസ്റ്റ് അവാർഡ് നമ്മുടെ അതൊരു പ്രസ്റ്റീജിയസ് അവാർഡാണ്. ഇന്ന് വരെ ഒരു ഡയറക്റ്റ് കമ്പനി സെല്ലിംഗ് കമ്പനി നേടാത്ത അവാർഡ് ഇല്ല, ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്. ഇത് മാത്രം മതി എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ. നിങ്ങൾക്കൊരു സാധാരണക്കാരൻ്റെ എടുക്കുന്ന മുതൽ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഓഫീസിൽ വരെ കടന്നു ചെന്ന് ബയോട്ടോറിയത്തെ കുറിച്ച് സംസാരിക്കാൻ വേറൊന്നും വേണ്ട, ഇതിന്റെ ഒരു കോപ്പി മതി നിങ്ങളുടെ കയ്യിൽ ഇല്ലേ. ഇന്ത്യയിലെ ഇന്ത്യൻ പ്രസിഡന്റ് ഓഫീസിൽ കടന്നു ഞാനൊരു ബയോട്ടോറിയൻ ആണ് എന്ന് പരിചയപ്പെടുത്തി കൊടുക്കാതെ നമ്മുടെ പ്രൊഡക്റ്റിന് കിട്ടിയ അവാർഡുകളെ കുറിച്ച് ഇത് മാത്രം കാണിച്ചു കൊടുത്താൽ മതി. എവിടെയും നമുക്ക് കടന്നു നമുക്ക് സംസാരിക്കാൻ പറ്റും. അതാണ് നമ്മുടെ പ്രൊഫൈലിന്റെ പ്രത്യേകത. ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള പ്രൊഫൈൽ. പലരും ചോദിച്ചു ദാദർ ഓഫീസ് ഇല്ല, മുംബൈയിൽ ദാദറിലെ പ്രധാനപ്പെട്ട ഒരു ഓഫീസ് ഉണ്ട്, എന്തിനാണ് മാസം ഇത്രയും ലക്ഷം രൂപ അതിനുവേണ്ടി ചെലവഴിക്കുന്നത് എന്ന് ചോദിച്ചു. അത് വാടക കെട്ടിടമാണ്. അവിടെ പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആണ് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ അല്ലേ. ഇന്ത്യയിൽ ഇന്ന് വരെയും ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിക്കും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഓഫീസ് സംവിധാനം ആലോചിച്ച് നോക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കണം. മനസ്സിലായ? പലരും ഇന്ന് മൾട്ടിനാഷണൽ കമ്പനിയുടെ ഓഫീസ് പോലും കേരളത്തിൽ ഇന്ത്യയിലുണ്ടെങ്കിൽ അവരുടെ ഹെഡ് ഓഫീസ് ആരെങ്കിലും വിസിറ്റ് ചെയ്തിട്ടുണ്ടോ? ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ പല കമ്പനിയും ചെയ്ത് കാണും. ഏതെങ്കിലും കമ്പനിയുടെ ഓഫീസുകൾ, ഹെഡ് ഓഫീസുകൾ നിങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ? എല്ലാ സ്ഥലത്തിലും ഗോഡൌണുകളിൽ സാധനം നിറച്ച് പേസ്റ്റും സോപ്പും ഷാമ്പും ഒക്കെ അവിടെ കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരു സംവിധാനങ്ങൾ കാണാൻ നമുക്ക് സാധിക്കും അല്ലെ. എന്നാൽ ഇത്രയും രൂപ ചെലവാക്കിക്കൊണ്ട് അവിടെ വെക്കാനുള്ള കാരണം ആദ്യം നിന്ന് മനസ്സിലാക്കണം. നമ്മുടെ കമ്പനിയുടെ പവർ എത്രയുണ്ടെന്നുള്ളത്, കമ്പനിയുടെ ഇൻഫ്രാസ്ട്രക്ചർ എത്രയെന്നുള്ളത്, നമ്മുടെ സാഗർ ജോഷി സാറിന്റെ വിഷൻ എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആ പ്രൈം ഏരിയ അല്ലെ ദാദർ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷ് ഏരിയ, VVIPs താമസിക്കുന്ന ആ പോഷ് ഏരിയ ഉണ്ടല്ലോ, അവിടെ ഇത്രയും ഇൻഫ്രാസ്ട്രക്ചർ ഒരു ഓഫീസ് ഇല്ലേ, ആലോചിച്ച് നോക്കണം. അപ്പൊ കമ്പനി ചെറുതാണോ? നിങ്ങളും നമ്മളും എത്തപ്പെട്ട കമ്പനി ചെറുതാണോ? കമ്പനിയുടെ മഹത്വത്തെ കുറിച്ച് മനസ്സിലാക്കണം. അതുകൊണ്ട് അതിൽ ആത്മാഭിമാനം കൊള്ളാൻ നിങ്ങൾക്ക് സാധിക്കണം. അത് പുതിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സിലേക്ക്, അതേപോലെ തന്നെ പുതിയ ആളുകളിലേക്ക് നിങ്ങൾക്ക് അത് പകർന്നു കൊടുക്കാൻ വേണ്ടി സാധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കമ്പനി സ്ട്രോങ് ആണ്, പ്ലാൻ സ്ട്രോങ് ആണ് ഇല്ലേ, പ്രൊഡക്റ്റ് സ്ട്രോങ് ആണ്. പിന്നെ എന്താണ് പ്രശ്നം? പിന്നെ എവിടെയാണ് ഈ പ്രശ്നം അല്ലേ? എന്താ പ്രശ്നം? എല്ലാം സ്ട്രോങ് ആണ്, പിന്നെന്താ പ്രശ്നം? നമ്മൾ സ്ട്രോങ് അല്ല എന്നുള്ളതാണ്. നമ്മൾ പല കാര്യങ്ങൾക്കും വിട്ടുവീഴ്ച ചെയ്യുന്നു എന്നുള്ളതാണ്. എക്സ്റ്റെൻഡ് ചെയ്യണം, നാളത്തേക്ക് ഓരോ കാര്യം. ഇന്നിപ്പോ മഴയാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും വീട്ടിലിരിക്കും അല്ലേ. കുറച്ച് നാളുമ്പ് വെയിലാണെന്ന് പറഞ്ഞിട്ടാണ് വീട്ടിലിരുന്നത് അല്ലേ. എല്ലാ കാര്യങ്ങളും നമ്മൾ മടി കണ്ടെത്തുന്നവരാണ് വിജയിക്കാതെ പോകുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ മടിച്ചിരിക്കാതെ, പ്രകൃതിയിൽ മഴയുണ്ടാവും, വെയിലുണ്ടാവും, മഞ്ഞുണ്ടാവും, അതിനെല്ലാം തട്ടി മുന്നോട്ട് പോകാൻ ആർക്കൊക്കെ സാധിക്കുമോ അവർക്കാണ് വിജയം വെച്ചിരിക്കുന്നതാണ്. വിജയത്തിലേക്ക് നേടണമെങ്കിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ പലർക്കും പറ്റുന്നില്ല എന്നുള്ളതാണ്. പലരും പുതിയ പുതിയ കമ്പനികളായിട്ട് നിങ്ങൾ സമീപിക്കുമ്പോൾ ഇല്ലേ, ഒരു കൺഫ്യൂഷനാണ് മനസ്സിൽ. ഇത് വേണോ അത് വേണോ ഇല്ലേ, ഒരു കൺഫ്യൂഷൻ. സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയാത്തവരാണ് എന്താവുന്നത്,
കൺഫ്യൂഷൻ എന്ന മാനസികാവസ്ഥയിലേക്ക് പോകുന്നത്. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഒരു ആത്മവിശ്വാസമില്ല. അതുകൊണ്ടാണ് അവിടെ പോയാൽ എല്ലാം റെഡി ആയിക്കോളും, അവിടെ ഇങ്ങനെ വെറുതെ നിന്ന് കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് വിളിക്കുന്ന ആളുകളുണ്ടാവും. ഏത് കമ്പനി ആയിക്കോട്ടെ, എക്സ് ഓർ വൈ. ഒരു കമ്പനിയിലും ഡയറക്ട് സെല്ലിംഗിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ. ഒരാൾക്കും ഒരാളെ വിജയിപ്പിക്കാൻ വേണ്ടി സാധിക്കില്ല, പക്ഷെ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി സാധിക്കും. വിജയിപ്പിക്കാനുള്ള സപ്പോർട്ടുകൾ കൊടുക്കാൻ വേണ്ടി സാധിക്കും. അത്രേ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കണം. നിങ്ങളുടെ ബ്രെയിൻ കൊണ്ട് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളുടെ ബ്രെയിൻ, നിങ്ങളുടെ ബുദ്ധിശക്തി മറ്റുള്ളവർക്ക് പണയം വെച്ചിട്ട് നിങ്ങൾ തീരുമാനിക്കും പോലെ ഞാനുണ്ട് എന്ന് പറയരുത്. അങ്ങനെ പറയുന്നവരാണ് ജീവിതത്തിലും, ഡയറക്ട് സെല്ലിംഗിൽ മാത്രമല്ല ജീവിതത്തിൽ പോലും പരാജയപ്പെട്ടിരിക്കുന്നത്. മനസ്സിലായി? നോ പറയേണ്ട സ്ഥലത്ത് എത്ര സുഹൃത്തുക്കളായാലും എത്ര ബന്ധുവായാലും നോ എന്ന് പറയാനുള്ള ആർജവം നിങ്ങൾക്ക് ഉണ്ടാവണം. നോ എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മളെ വിജയത്തിലേക്ക് നയിപ്പിക്കും. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കും അത്. നോ എന്ന് പറയുന്ന വാക്ക് പലപ്പോഴും ആളുകൾക്ക് നോ എന്ന് പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്, അല്ലെ? നമ്മൾ അടുത്ത ആളിൽ എന്താ പറയാ, അയാളോട് എങ്ങനെ നോ പറയും എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. ഇവിടെ നോ പറയാൻ മടിയുള്ളത് കൊണ്ട് ചില അവസരങ്ങളിൽ ചെന്നുവിട്ട് അവിടെ ജീവിതം ഹോമിക്കപ്പെട്ട എത്രയോ സുഹൃത്തുക്കളെ കുറിച്ച് നമുക്കറിയാൻ വേണ്ടി സാധിക്കും. എത്രയോ അനുഭവങ്ങൾ എന്നെ സംബന്ധിച്ചതുകൊണ്ട്. അതുകൊണ്ട് നോ പറയേണ്ട സ്ഥലത്ത് ചിരിച്ചുകൊണ്ട് വേണം നോ പറയാൻ. മുഖം വീർപ്പിച്ചുകൊണ്ട്, ദേഷ്യം വന്നുകൊണ്ട് അവരോട് നോ എന്ന് പറയണ്ട. മനസ്സിലായ? സന്തോഷത്തോടു കൂടി നോ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പുറത്തൊക്കെ തട്ടി നമുക്ക് പിന്നെ കാണാം, എന്തായാലും ഞാൻ ഇപ്പൊ ഇല്ല, മനസ്സിലായില്ലേ? എനിക്കിപ്പോ ഞാൻ എത്തപ്പെട്ടിരിക്കുന്ന അവസരം ഈ ഓഡിറ്റോറിയമാണ്. വേൾഡിലെ നമ്പർ 1 കമ്പനിയാണ്, ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ്, ബെസ്റ്റ് കമ്പനിയാണ്, ബെസ്റ്റ് പ്ലാൻ ആണ്, ഇല്ലേ? അതുപോലെ തന്നെ ബെസ്റ്റ് എക്സ്പീരിയൻസ് ഉള്ള നമ്മുടെ CMD ആണ്, ബെസ്റ്റ് ലീഡേഴ്സ് ആണ്, ബെസ്റ്റ് ടീമാണ്, ബെസ്റ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മുടെ ഈ സിസ്റ്റത്തിലുണ്ട് എന്നവരോട് ചിരിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ യു ആർ ദ അച്ചീവേഴ്സ്. നോ ഡൗട്ട്, നോ ഡൗട്ട്, ഒരു സംശയം വേണ്ട. ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ഉള്ളിൽ നിന്ന് വരണം. അതാണ് പലർക്കും ഇല്ലാതെ പോകുന്നത്. അവരാണ് ഈ എടുത്തുചാട്ടക്കാർ, മങ്കി സിംഡ്രക്കാർ എന്ന് പറയും. മങ്കി സിംഡ്രം എന്ന് പറയുന്നില്ല, അല്ലേ? എടുത്തുചാട്ടക്കാർ. നിങ്ങൾ പരിശോധിച്ച് നോക്കൂ, സ്റ്റിക്ക് ഓൺ ചെയ്തവർ മാത്രമേ ലോക ചരിത്രത്തിൽ വിജയിച്ചിട്ടുള്ളൂ, അല്ലെ? ലോകത്തിലെ ഏറ്റവും സ്പീഡ് കൂടിയ ഓട്ടക്കാരനാണ് ആര്? ഉസൈൻ ബോൾട്ട്, അല്ലെ? അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് ഇന്ന് വരെയും ബ്രേക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്, അല്ലേ? ഇന്ന് വരെയും ബ്രേക്ക് ചെയ്തിട്ടില്ല. അദ്ദേഹം കുറച്ച് ദിവസം ഓടി, കുറച്ച് ദിവസം ക്രിക്കറ്റ് കളിക്കാൻ പോയി, കുറച്ച് ദിവസം വോളിബോൾ കളിക്കാൻ പോയി, ഇല്ലേ? കുറച്ച് ദിവസം ടെന്നീസ് കളിക്കാൻ പോയി. ഈ ഉസൈൻ ബോൾട്ടിനെ ആരെങ്കിലും അറിയുമായിരുന്നോ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ? ആരെങ്കിലും അറിയുമായിരുന്നോ? അദ്ദേഹം ഓട്ട മത്സരത്തിൽ, അല്ലേ, ചിറ്റപ്പുലിയേക്കാൾ വേഗത്തിൽ ഓടാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. 100 മീറ്റർ ഓടാൻ വേണ്ടിയിട്ട്, അത് ഞാൻ മറന്നുപോയി എൻ്റെ കണക്ക്, 40 സ്റ്റെപ്പ് വെച്ചിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. 40 സ്റ്റെപ്പ്, 1 2 3 4, മനസ്സിലായ? 40 സ്റ്റെപ്പ് വെച്ചപ്പോ 100 മീറ്റർ കടന്നിരിക്കുന്നു. എങ്ങനെ സാധിച്ചു? അതാണ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഡെയിലി സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് അവിടെ തൻ്റെ ഉറച്ച തീരുമാനത്തിൽ നിന്നുകൊണ്ട് അത് തന്നെ പ്രാക്ടീസ് ചെയ്തു. അല്ലാണ്ട് ക്രിക്കറ്റ് കളിക്കാൻ പോയാലോ, കുറച്ച് നാൾ വിചാരിക്കുക ഒരു 2 മാസം വരും, 2 വർഷം ഓടിയിട്ട് ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പോവാം, നടക്കുവോ? ഒരു മനുഷ്യനും അദ്ദേഹത്തെ അറിയുമായിരുന്നില്ല, അല്ലെ? സച്ചിന്റെ കഥ നമുക്കറിയാം. സ്കൂളിൽ പോകുമ്പോൾ ഒന്നും പഠിക്കൂല, അച്ഛനും മക്കും ഭയങ്കര സങ്കടമായി. മകൻ എന്താ ചെയ്യുക, അവന് മന്ദബുദ്ധിയാണല്ലോ, അല്ലേ? ഒന്നും പഠിക്കുന്നില്ല. പക്ഷെ അവൻ രാവിലെ ബോൾ എടുത്തിട്ട് ഗ്രൗണ്ടിലേക്ക് പോകുമായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലായ? ഇവർക്ക് ശല്യമായി. അച്ഛനോ, നീ ഒന്നും വേണ്ട, ബോളും ബാറ്റൊക്കെ അവിടെ പിടിച്ചു വെച്ചിട്ട് പഠിക്കാൻ കുത്തിയിരിച്ച് അവിടെ ട്യൂഷൻ സെന്റർ കൊണ്ടാക്കി. അവിടുന്ന് അവനെന്ത് ചെയ്യും? അവിടുന്ന് എല്ലാം ഇറങ്ങിയിട്ട് അവൻ ബോളും കളിക്കാനാ പോവുക. അതൊരു പാഷനായിരുന്നു എൻ്റെ പൊന്നു. അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്തു. ആരെതിർത്തപ്പോഴും, വീട്ടുകാരും അച്ഛനും അമ്മയും അധ്യാപകരെ എതിർത്തപ്പോഴും ആ കുട്ടി ക്രിക്കറ്റ് ഗ്രൗണ്ടിലായിരുന്നു, ഒരു ബോളും ഒരു ബാറ്റും എടുത്തിട്ട്. അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ടാണ് ലോകം അറിയപ്പെടുന്ന, ഇല്ലേ, താരമായി, ഇതിഹാസമായിട്ട് സച്ചിന് മാറാൻ വേണ്ടി സാധിച്ചത്. അല്ലാണ്ട് സച്ചിന് കുറെ ദിവസം ക്രിക്കറ്റ് കളിച്ചു, കുറെ ദിവസം വോളിബോൾ കളിച്ചു, അല്ലെ, കുറെ ദിവസം ചെസ് കളിച്ചു, സച്ചിൻ എന്ന പദം പോലും ആരും അറിയുമായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഈ ബയോട്ടോറിയൻസ് ആയിട്ട് ഈ ബയോട്ടോറിയൻസിന്റെ പ്രൊഡക്റ്റിനെ കുറിച്ചും പ്രൊജക്ടിനെ കുറിച്ചും ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചും പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ടീമിലേക്ക് പകർന്നു കൊടുക്കാനുള്ള ആർജവം നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട, നിങ്ങൾ നാളെ നിങ്ങളുടെ പേരുകളും തങ്കലിവികളാൽ രേഖപ്പെടുത്തും. ഇല്ലേ, ശോഭ ഫ്രം പേരാമ്പ്ര 1 CR അച്ചീവർ എന്നുള്ള ഒരു പേര് രേഖപ്പെടുത്തുന്ന ഒരു ദിവസം, ഇല്ലേ? അഭിലാഷ് സാറൊക്കെ ഇപ്പൊ അടുത്തെത്തും കേട്ടാ, വേഗത്തിലെത്തും. ഓരോരുത്തരുടെയും പേരെടുത്തു ഞാൻ പറയുന്നില്ല, ഇവിടെ പേര് കണ്ടുകൊണ്ട് മാത്രമേ പറഞ്ഞില്ലേ. സത്യം മാഷൊക്കെ പെട്ടെന്ന് എത്തും. നമ്മൾക്ക് ഉള്ളിൽ ആവേശം ഉണ്ടാകണം, ഉള്ളിലൊരു തീ ഉണ്ടാകണം. ഞാൻ ബയോട്ടോറിയം വിട്ട് വേറൊരു കമ്പനിയിലേക്കും വരില്ല, ഞാനിവിടെ
ഉറച്ചു നിൽക്കുന്ന ഒരു ആവേശം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളെ തകർക്കാനോ തോൽപ്പിക്കാനോ ഒരു ശക്തിക്കും സാധിക്കില്ല. ചില ആളുകൾ ലീഡേഴ്സ് ഇല്ല, അവിടെ പോയ ഭയങ്കര ലീഡേഴ്സ് ഉണ്ട്, ഇവിടെ ലീഡേഴ്സ് ആയിട്ട് ആരും ഇല്ലല്ലോ. ലീഡേഴ്സ് നിങ്ങളാണ് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങളുടെ ലീഡർ നിങ്ങളാണ്. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? നിങ്ങൾ അടിമപ്പണിയെടുക്കാൻ പോകേണ്ടവരല്ല, ഒരാളുടെ കീഴിൽ നിന്നിട്ട് ഒരു ലീഡറിന്റെ തണലിൽ പോയിട്ട് ഇരിക്കേണ്ട ആളുകളല്ല. നിങ്ങൾക്ക് എന്താണ് കുറവ് അല്ലേ? നിങ്ങളാണ് നിങ്ങളുടെ ലീഡേഴ്സ്. ഞാൻ ഈ പ്രൊജക്ട് ഏറ്റെടുത്തപ്പോഴും എനിക്ക് ലീഡറായിട്ട് ആരും ഉണ്ടായിരുന്നില്ല, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളതാണ്. ഇപ്പോഴും ഞാൻ മാത്രമേ ഉള്ളൂ. മനസ്സിലായി? എനിക്ക് റാഷിദ് സലീം സാറിന് അന്ന് പരിചയമില്ല, പിന്നീടാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത്. എന്നെ പരിചയപ്പെടുത്തിയ ആളുകൾ പലരും ഇപ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ ഇല്ല എന്നുള്ളതാണ്. ആരുണ്ടെങ്കിലും ആരില്ലെങ്കിലും എനിക്കൊരു തീരുമാനമുണ്ട്, ഞാൻ ബയോടൂറിയത്തിന്റെ കൂടെ അവസാന നിമിഷം വരെ ഉണ്ടാവും. മനസ്സിലായി? വേറൊന്നും ഞാൻ പറയുന്നില്ല. എനിക്കൊരു ജീവനും ജീവിതവും തന്നാണ് ബയോടൂറിയം അല്ലേ? ഞാൻ എപ്പോഴും നമ്മൾ പറയാണ്ട്, വിജയിക്കണമെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറയും നമ്മൾ. ആറ്റിറ്റ്യൂഡ് മാത്രം പോരാ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഗ്രാറ്റിറ്റ്യൂഡ് കൂടി വേണം. GR എന്നുകൂടി അതിന്റെ മുമ്പിൽ ചേർക്കണം. മനസ്സിലായ? ആറ്റിറ്റ്യൂഡ് പ്ലസ് ഗ്രാറ്റിറ്റ്യൂഡ്. നന്ദിയുള്ളവരാവണം നിങ്ങൾ എപ്പോഴും. നിങ്ങൾക്കൊരവസരം തന്ന ആളുകളോട് നന്ദി രേഖപ്പെടുത്താൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കണം. രാവിലെ എഴുന്നേറ്റ ഉടനെ അല്ലെങ്കിൽ രാത്രി കിടക്കുമ്പോഴും നമ്മൾ നന്ദി രേഖപ്പെടുത്തുക അല്ലെ? ഓരോ സംഭവങ്ങളും ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയതിന് നന്ദി രേഖപ്പെടുത്തണം. ഓരോരുത്തരോടും നന്ദി രേഖപ്പെടുത്തണം. തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അവരെ ഒന്ന് വിളിക്കണം. സോറി കേട്ടാ, ഞാൻ അറിഞ്ഞു ദേഷ്യത്തിൽ പറഞ്ഞാണ്, നിന്നോടൊന്ന് ക്ഷമിക്കണം കേട്ടാ, നമുക്ക് നാളെ ഒന്ന് കാണാം കേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലേ ഒരു ക്ഷമ ചോദിക്കാനുള്ള ഒരു മനസ്സുകൂടി നമുക്ക് ഉണ്ടാകണം. എന്നാൽ മാത്രമേ നമുക്ക് ഏറ്റവും വിജയത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുക. ഇവിടെ ഗ്രാറ്റിറ്റ്യൂഡ് പലർക്കും ഇല്ല അല്ലേ? ഈ പ്രൊജക്റ്റും കൊണ്ടുവന്ന് നിങ്ങളെ കൈപിടിച്ച് നടത്തി കൊണ്ടുപോകുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ആ ലീഡർക്ക് ഇല്ലാത്ത കുറ്റമൊന്നുമില്ല. അദ്ദേഹം അങ്ങനെയാണ്, അദ്ദേഹം ഇങ്ങനെയാണ്, അദ്ദേഹം ആനയാണ്, അദ്ദേഹം ചക്കയാണെന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇല്ലാത്ത കുറ്റമൊന്നുമില്ല. കുറ്റമുണ്ടാവും, നിങ്ങൾക്ക് കുറ്റമില്ലേ, എനിക്ക് കുറ്റമില്ലേ ഇല്ലേ? കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് പരസ്പരം ചർച്ച ചെയ്തുകൊണ്ട് അവിടെ തന്നെ അത് തീർത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്തവർക്കൊന്നും ഇതിനകത്ത് വിജയം ഉണ്ടാവില്ല. ഉണ്ടാവും, താൽക്കാലിക വിജയം ഉണ്ടാവും. നന്ദി കൊടുക്കണം. നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്കാണ് ഇതെല്ലാം നമ്മൾ കൊടുക്കുന്നത്. ഈ പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുന്ന ഓരോ നമ്മുടെ ചിന്തകളുണ്ടല്ലോ ഇല്ലേ? നമ്മുടെ ചിന്തകളാണ് നമ്മളെ പ്രവൃത്തികളായിട്ട് മാറുന്നത്. നമ്മുടെ പ്രവൃത്തികളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളെ സക്സസിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ്. നമ്മുടെ ചിന്തകൾ നിങ്ങൾ പ്രകൃതിയിലേക്കാണ് കൊടുക്കുന്നത്, അറിഞ്ഞോ അറിയാതെയോ. മനസ്സിലാവുന്നുണ്ടോ? ഓരോരുത്തരെ കുറിച്ച് മോശം ചിന്തകൾ നമ്മൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് മോശമായിട്ട് തന്നെ നമ്മളിലേക്ക് വരുന്നുള്ള കാര്യം എല്ലാവർക്കും. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവണം, അവർക്ക് മാത്രമേ വിജയിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസരത്തെ നമ്മൾക്ക് ഇപ്പൊ കിട്ടിയപ്പോ ഒരുമിച്ച് ഒന്നായി നമുക്ക് പോരാടാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് ലീഡേഴ്സ് ഇല്ല എന്നുള്ള ഒരു പരാതിയൊന്നും വേണ്ട. ഇവിടെ എല്ലാവരും ലീഡേഴ്സ് ആയി മാറുകയാണ് ചെയ്യുന്നത് അല്ലെ? ആരും ജനിക്കുമ്പോൾ തന്നെ ഒരു ലീഡറായിട്ട് ഇവിടെ ആരെങ്കിലും വരുന്നുണ്ടോ? അവസരങ്ങൾ നിങ്ങൾ ഏൽപ്പിക്കുമ്പോൾ, ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ഏൽപ്പിക്കുമ്പോൾ നിങ്ങളിലെ ലീഡർഷിപ്പ് ഉണരുമെന്നുള്ളതാണ്. എല്ലാവർക്കും കഴിവുണ്ട് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ. അതുകൊണ്ട് അവസരങ്ങൾ ഇവിടെ കിട്ടിയില്ല എന്നുള്ളതാണ്, നിങ്ങളുടെ ലീഡർഷിപ്പ് തെളിയിക്കാനുള്ള അവസരങ്ങൾ കിട്ടിയില്ല എന്നുള്ളതാണ് ഇവിടെ ഇത്രയും നാളുണ്ടായത്. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഓരോ പ്രോഗ്രാം സെന്ററുകളിലും കഴിവുള്ള ഓരോരുത്തരെയും നമ്മൾ വിളിച്ചു കൊണ്ടുവന്നിട്ട് അവർക്കുള്ള അവസരങ്ങൾ കൊടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് നിങ്ങൾക്ക് അവസരം ഉണ്ടാകും. അവസരത്തെക്കുറിച്ച് ആരും ഇവിടെ ടെൻഷൻ അടിക്കേണ്ട. എത്രയോ കഴിവുള്ള, ഇപ്പോ ഉള്ളതിനേക്കാൾ എത്രയോ കഴിവുള്ള ആളുകൾ മണ്ണ് മൂടിക്കിടക്കുക ഇവിടെ. മനസ്സിലായ? മണ്ണ് മൂടിക്കിടക്കുക. അത് മണ്ണൊന്ന് ഇച്ചിരി തട്ടി കിടത്താൽ മതി. അതിനേക്കാൾ അമൂല്യമായ രത്നങ്ങൾ, ഇത്രയും കാലം നമ്മൾ കൊണ്ടു നടന്ന അമൂല്യമായ രത്നങ്ങൾ, മോശമൊന്നുമില്ല, നല്ല രത്നങ്ങൾ തന്നെയാണ് ഇന്ന് അല്ലെ? നല്ല രത്നങ്ങളായിരുന്നു, ഒരു കുറ്റമില്ല എനിക്ക് പറയാൻ വേണ്ടിയിട്ട്. വളരെ സന്തോഷവും സ്നേഹവും മാത്രമാണ്. എന്നാൽ അതിനേക്കാൾ മൂല്യമുള്ള രത്നങ്ങൾ ഈ മണ്ണിനടിയിൽ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. മനസ്സിലായ? അതിനേക്കാൾ മൂല്യമുള്ള, കഴിവുള്ള, ആവശ്യമുള്ള, അറിവുള്ള, നോളജുള്ള രത്നങ്ങൾ ഈ മണ്ണിനടിയിലുണ്ട്. അവരെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ. അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മുടെ പ്രോഗ്രാം സെന്ററുകൾ നിറയും. റാഷിദ് സലീം സാർ വരാൻ വേണ്ടി മാത്രം കാത്തിരിക്കുകയാണ്. ഉടനെ ഈ ആഴ്ച അതുണ്ടാവും. ഈ ആഴ്ച മുതൽ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ്. ഈ ആഴ്ചയിൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും, ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് ലീഡേഴ്സ് ഉണ്ട്, പ്രോഗ്രാം എടുക്കാൻ ആളുകളുണ്ട്, എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട്. ഇതൊക്കെയാണ് ഒരു ടീമിനെ വിജയിപ്പിക്കാൻ വേണ്ടി വേണ്ടത്. എഡ്യൂക്കേഷൻ സിസ്റ്റം മസ്റ്റാണ്. ആ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ സുപ്രഭാതങ്ങൾ രാവിലെ 6 മണി മുതൽ 7 മണി വരെ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. ഓരോ ദിവസവും ഓരോ സബ്ജക്റ്റ് ആയിരിക്കും. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കോമൺ ആയിട്ട് ഇങ്ങനെ ബയോടൂറിയത്തിനെ കുറിച്ച് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓരോ ദിവസവും നിങ്ങൾക്ക് വിജയിക്കാനുള്ള സബ്ജക്ട് ബേസ് ചെയ്തുകൊണ്ടുള്ള ലീഡേഴ്സ് ഇവിടെയുണ്ട്, ഒത്തിരി ലീഡേഴ്സ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും ദിവസം ക്ലാസ് എടുക്കാൻ പറ്റുമെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് അറിയിക്കുക. എൻ്റെ വാട്സപ്പിലേക്ക് പറയാം, സാറേ ഞാൻ നാളെ ഹോം മീറ്റിങ്ങിനെ കുറിച്ച് നല്ലൊരു ക്ലാസ് എടുക്കാം, അല്ലെങ്കിൽ ടീം ബിൽഡിങ്ങിനെ കുറിച്ച് ഒരു ക്ലാസ് എടുക്കാം എന്ന് എന്നെ അറിയിച്ചാൽ മതി. നിങ്ങൾക്ക് അതിനുള്ള അവസരം തരും. ആ അവസരത്തിന് വേണ്ടി തന്നെയാണ് ഈ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലാണ്ട് കുറെ ആളുകൾക്ക് മാത്രം സംസാരിക്കാനുള്ള വേദിയല്ല ഇത്. നിങ്ങൾക്ക് അവസരം ഇവിടെ ഉണ്ടാകും. ഞാൻ ഇന്ന്
വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ചിലപ്പോഴൊന്നും എല്ലാ ദിവസവും ഞാൻ ഇതിനകത്ത് അറ്റൻഡ് ചെയ്യാറില്ല. ഞാൻ അറ്റൻഡ് ചെയ്യാതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രചരിപ്പിച്ചു, മനോജ് സാറ് വയട്ടോറിയം വിട്ടു കേട്ടാ, നിങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞു. അയാൾ ഇപ്പൊ സൂമിലൊന്നും കയറുന്നില്ല, അയാളും പോയിട്ടുണ്ട്, അയാളെ വിശ്വസിക്കരുത്, അയാൾ പടും കള്ളനാണെന്ന് പറഞ്ഞ കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. മനസ്സിലായ? അപ്പൊ ഞാൻ ആ സമയത്ത് വേറെ സൂമിലായിരുന്നു. ഈ 6 മണിക്ക് കുറേ സൂം നമ്മുടെ ടീമിൽ നടക്കുന്നുണ്ട്. എന്നോട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ പോയി എന്നാണല്ലോ പറയുന്നത്, നിങ്ങൾ സൂമിലൊന്നും കയറുന്നില്ലോ. അപ്പൊ ആ സമയത്ത് ഞാൻ വേറെ 2 സൂമിലായിരുന്നു എന്റെ സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഞാൻ ഇവിടെ ഉണ്ടാവുന്ന കാര്യത്തിൽ ഉറപ്പാണ്. നമ്മൾ ഇനി ഒരുമിച്ചാണ് ഇവിടെ പോരാടി വേണ്ടി പോകുന്നത്. ഞാൻ ഒറ്റക്കല്ല, നിങ്ങൾ ഒറ്റക്കല്ല, നമ്മൾ ഒരുമിച്ച് തുടങ്ങും. ഒരു സംശയവും വേണ്ട. ഇപ്പൊ ഇലപൊഴിഞ്ഞ് നിൽക്കുക മരം. ചില മരങ്ങൾ ഇലപൊഴിയാറുണ്ട് അല്ലെ? ചില സീസണുകളിലും മരം ഇലപൊഴിഞ്ഞ് ഇങ്ങനെ നിൽക്കും. ഈ ഇലപൊഴിഞ്ഞ് നിൽക്കുമ്പോൾ നമ്മൾ തോന്നും ഇതെല്ലാം തീർന്നു കേട്ടോ, ഇത് ഉണങ്ങിപ്പോയി, ഈ മരം ഉണങ്ങിപ്പോയി. ആ വയട്ടോറിയം എന്ന മരം കേരളത്തിൽ ഉണങ്ങിയിരിക്കുന്നു, അവിടെ ഒന്നും നടക്കുന്നില്ല. അവിടെ ഒരു മനോജ് ഉണ്ട്, അയാൾ ഒന്നിനും കൊള്ളൂല, അയാൾ ഇങ്ങനെ സൂം മീറ്റിംഗ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന പറയണം. എത്ര ദിവസം ഇത് ഉണ്ടാവും നമുക്ക് നോക്കാലോ എന്നൊക്കെ പറയണ്ട. അതുകൊണ്ട് എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഈ ഉണങ്ങിയ മരമുണ്ടല്ലോ ഇല്ലേ, ചില ആളുടെ വീക്ഷണത്തിൽ അത് ഉണങ്ങിയിട്ടുണ്ടാവുള്ളൂ, പക്ഷേ അതിന്റെ ഇലകൾ തളിരിടാൻ വേണ്ടി പോവാ. ആ ഉണങ്ങിയ മരത്തിന്റെ ഇലകൾ തളിരിടാൻ വേണ്ടി പോവാ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് പുറത്തേക്ക് കളഞ്ഞോളൂ. മനസ്സിലായ? ഇത് ഉണങ്ങുന്ന മരമല്ല. ഈ മരം ഉണങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്ന ചിലരുണ്ട്. ഈ മരം ഉണങ്ങി കാണാൻ വേണ്ടി സ്വപ്നങ്ങൾ കാണുന്ന ചിലരുണ്ട്. വയട്ടോറിയം എന്ന് പറയുന്ന മരം ഉണങ്ങുന്ന മരമല്ലത്, അതിന് ആഴത്തിൽ വേരുകളുണ്ട് എന്റെ പൊന്നു സുഹൃത്തുക്കളെ. ആഴത്തിൽ വേരുകളുള്ള മരമാണ്. ഇല പൊഴിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂക്കും, തളിർക്കും, ഒരു സംശയവും വേണ്ട. ഇത്രയും നാളുണ്ടായിരുന്ന അതിന്റെ ശിഖരത്തെക്കാൾ കൂടുതൽ ശിഖരങ്ങൾ ആ മരത്തിന് വെക്കാൻ വേണ്ടി പോവാ. ഒരു സംശയവും വേണ്ട. ആവേശത്തോടു കൂടി ഇത് ഏറ്റെടുക്കണം, ആവേശത്തോടു കൂടി ഏറ്റെടുക്കണം. ആര് വന്ന് പറഞ്ഞാലും നിങ്ങൾ മാറിപ്പോകരുത്. അത്രയും പവർഫുൾ ആണ് ഈ ബയോട്ടോറിയത്തിന്റെ പ്രൊഡക്റ്റും പ്രൊജക്റ്റും കമ്പനിയും മാനേജ്മെന്റും സിസ്റ്റവും എന്ന് മനസ്സിലാക്കുക നിങ്ങൾ. അത്രയും നല്ലൊരു സ്ട്രോങ് പ്ലാറ്റ്ഫോം ഇന്ന് ഇന്ത്യയിലില്ല. ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തില്ല അല്ലേ? ആലോചിച്ച് നോക്കണം. എത്ര VVIPs ആണ് നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത്. ഏതെങ്കിലും ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയുടെ പ്രൊഡക്റ്റ് അദ്ദേഹത്തെ ആ കമ്പനിയുടെ MD അല്ലെങ്കിൽ ടോപ്പ് ലീഡേഴ്സോ ഒരു VVIP കൊടുക്കുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഒരു ഫോട്ടോ കാണിച്ചു തരാൻ പറ്റുമോ? പറയൂ നിങ്ങൾ, പറയൂ, സാധിക്കുമോ? നമ്മുടെ ബഹുമാന്യനായ നിതിൻ ഗഡ്കരി മുതൽ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങുന്ന ഫോട്ടോ ഇല്ലേ, നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇപ്പൊ ലേറ്റസ്റ്റ് മധ്യപ്രദേശ് മുഖ്യമന്ത്രി നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങുന്ന ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടില്ലേ? ചുമ്മാ കള്ള ഫോട്ടോ ആണത്? ആണോ? നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ സാഗർ ജോഷി സാറാണ് ആ പ്രൊഡക്റ്റ് കൈമാറുന്നത്. നിങ്ങളെല്ലാം MLM കമ്പനികൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കമ്പനിക്ക് ഇങ്ങനെയുള്ള ഒരു വീഡിയോ, ഒരു ഫോട്ടോസ് കാണിച്ചു തരാൻ വേണ്ടി സാധിക്കുമോ എന്റെ പൊന്നു സുഹൃത്തുക്കളെ? ഇല്ലേ? അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന് പറഞ്ഞ പോലെ നമുക്ക് അഭിമാനം കൊണ്ട് പുളയണം നമ്മുടെ ഹൃദയം. അത്രയും സ്ട്രോങ് ആയ പ്ലാറ്റ്ഫോമാണ് ഈ ബയോട്ടോറിയം. അത്രയും സ്ട്രോങ് ആണ് ഈ ബയോട്ടോറിയം. ജനഹൃദയങ്ങൾ, ഇന്ത്യൻ ജനങ്ങൾ കീഴടക്കിയ പ്ലാറ്റ്ഫോമാണ് ബയോട്ടോറിയം. ഇതിനാര് വിചാരിച്ചാലും തല്ലി തകർക്കാൻ പറ്റില്ല. ഈ ഉള്ളിലുള്ള തീയെ കെടുത്താൻ പറ്റില്ല നമുക്ക്, ഉറപ്പാണ്. അതാണ് പവർ ഓഫ് ഈ ബയോട്ടോറിയം. ഇതിനകത്ത് ആത്മാർത്ഥമായി വിശ്വസിച്ച് മുന്നേറാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. എല്ലാ സുപ്രഭാതങ്ങളിലും നിങ്ങളുടെ ടീമുമായിട്ട് ഈ പ്രോഗ്രാമിലേക്ക് എത്തിച്ചേരുക. പുതിയ അറിവുകൾ അവരിലേക്ക് പകർന്നു നൽകാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുള്ളതാണ്. ഒന്നിച്ചൊരുമിച്ചൊന്നായി വിജയത്തിലേക്ക് നമുക്ക് എത്താം. നിങ്ങളുടെ കൂടെ ഞാനുണ്ടാവും, കമ്പനി ഉണ്ടാവും, നമ്മുടെ സിസ്റ്റം ഉണ്ടാവും. അതുകൊണ്ട് ഇല കൊഴിഞ്ഞ മരം ഇങ്ങനെ നിൽക്കട്ടെ. അടുത്ത ദിവസങ്ങളിൽ ഇലകൾ തളിർക്കുന്നത് കാണാം. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പ്രോഗ്രാം സെന്ററുകൾ നിറഞ്ഞു കവിയും. ഒരു സംശയവും വേണ്ട. ഇപ്പൊ പഴയതിനേക്കാൾ ആവേശവും ഊർജവുമാണ് യഥാർത്ഥത്തിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനുള്ളത്. പഴയതിനേക്കാൾ ആവേശവുമാണുള്ളത്. പഴയ കാലത്ത് ഇടയ്ക്ക് കുറച്ച് ഊർജ്ജമൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ 10 മടങ്ങ് ആവേശത്തോടെ ഊർജത്തോടെ എനിക്ക് വിജയിച്ചേ പറ്റുള്ളൂ എന്നുള്ളൊരു വാശി പലർക്കും വന്നിട്ടുണ്ട്. പലരും എന്നോട് വിളിച്ചു പറഞ്ഞു, സാറേ എന്റെ ഒരു സൈഡിൽ ആള് മുഴുവൻ അങ്ങോട്ട് പോയി എന്നുള്ളു. എന്നാലും ഞാൻ പോവില്ല സാറേ എന്ന് പറഞ്ഞ ആളുണ്ട്. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങൾ ഇവിടെ നിൽക്ക്. മനസ്സിലായില്ല? ഞാനൊന്നും ഒരു സൈഡും ഇല്ലാതെയാണ് ഇതിലേക്ക് വന്നത്. ഒന്നുമില്ല. ഈ പ്രൊഡക്റ്റും പ്രൊജക്റ്റും കേട്ടിട്ട് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് മാത്രം വന്ന ആളാണ്. എന്നെ നയിക്കുന്നത് വേറൊരു ശക്തിയാണെന്ന് ഞാൻ പറയപ്പെടും അല്ലെ? നമ്മളെല്ലാം ദൈവവിശ്വാസികളാണ്. ആ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട്, നിങ്ങൾ ഈ പ്രൊഡക്റ്റിൽ വിശ്വസിച്ചുകൊണ്ട്, നിങ്ങൾ ടീമിൽ വിശ്വസിച്ചുകൊണ്ട്, ഈ കമ്പനിയിൽ വിശ്വസിച്ചുകൊണ്ട്, ഈ സിസ്റ്റത്തിൽ വിശ്വസിച്ചുകൊണ്ട്, സാഗർ ജോഷി സാറിൽ വിശ്വസിച്ചുകൊണ്ട്, നിങ്ങളിൽ വിശ്വസിക്കണം. നിങ്ങളിൽ വിശ്വാസമില്ലാത്തവരാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുക. അതുകൊണ്ട് നിങ്ങൾക്കുള്ള കഴിവുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് കടന്നു വരിക. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, വിജയം നിങ്ങളുടെ കൂടെയുണ്ട്. വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും ഞാനും നമ്മുടെ ടീമും കമ്പനിയും ലീഡേഴ്സും ഒക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ ഈ അവസരത്തിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ, സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്
നിങ്ങൾക്ക് വിജയാശംസകളോടെ നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ഈവ എഡിറ്റോറിയം. താങ്ക് യു മനോജ് സാർ. ഇന്നത്തെ ഒരു സുപ്രഭാതം വളരെ വളരെ എഫക്റ്റീവായിട്ടും ഏറ്റവും എനർജറ്റിക് ആയിട്ടും നമ്മളിലേക്ക് ഒരു വലിയ ഒരു 11 kV സബ്സ്റ്റേഷനിൽ നിന്നും ഒരു ഊർജം പകരുന്നത് പോലെയുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഓരോ മനുഷ്യനെയും ആ രീതിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്തെടുക്കാനുള്ള പവറുള്ള ഒരു ലീഡറിന്റെ കൂടെയാണ് നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത്. എനിവേ, ഒരിക്കൽ കൂടി നമ്മുടെ പ്രിയപ്പെട്ട മനോജ് സാറിനോടുള്ള നന്ദിയും സ്നേഹവും ഒക്കെ രേഖപ്പെടുത്തുകയാണ്. നമ്മളെല്ലാവരും ബയോട്ടോറിയത്തിന്റെ ഒരു ആവേശമാണ്. ഇന്ന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ഒരു 100 പേരിൽ നിജപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നെങ്കിൽ ഇന്നത് വിശ്വസിക്കുന്നത് പോലെ ഇവിടെ ഇരിക്കുന്ന ഓരോ മനുഷ്യരും അവനവന്റെ കഴിവിൽ വിശ്വാസമുള്ളവരാണ് ഈ ബിസിനസ്സിൽ ഇന്ന് സ്റ്റിക്ക് ഓൺ ആയിട്ടുള്ളത്. അവനവനിൽ വിശ്വാസമുള്ളവർക്ക് മാത്രമേ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി കഴിയുള്ളൂ എന്നുള്ളതിന്റെ തെളിവാണ്, ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ പ്രിയപ്പെട്ട മനോജ് സാർ. ഇവിടെ ഒരു മനുഷ്യരും ബയോട്ടോറിയം ഏറ്റെടുക്കാത്ത സമയത്ത് ഈ പ്രൊജക്ടിനെ ഏറ്റെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ ഒരുപാട് വ്യക്തികൾ കളിയാക്കാനുണ്ടായിരുന്നു, ഒരുപാട് വ്യക്തികൾ പരാജയപ്പെടുത്താനുണ്ടായിരുന്നു. ഈ ബിസിനസ്സിൽ കേരളത്തിൽ ഓടില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ടായിരുന്നു. അവരുടെ എല്ലാം മുന്നിൽ നെഞ്ചുറപ്പോടെ ചങ്കുറപ്പോടെ നിന്ന ഒരു മഹത് വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട മനോജ് സാർ. അതുപോലെ ബയോട്ടോറിയത്തിന്റെ ഫീൽഡിൽ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്ന നമ്മൾ ഓരോരുത്തരുമാണ് ബയോട്ടോറിയത്തിന്റെ താരങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ ഹൃദയത്തിലുള്ളത് ബയോട്ടോറിയം ആണെങ്കിൽ നമ്മൾ ഈ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകും. ആരെല്ലാം പുറത്തുനിന്ന് നമുക്കെതിരെ വെല്ലുവിളിച്ചാലും ആ വെല്ലുവിളികളെ ഏറ്റെടുക്കാൻ തയ്യാറുള്ള ആളുകൾക്ക് മാത്രമേ വിജയിക്കാൻ വേണ്ടി കഴിയുള്ളൂ. ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പല ആളുകളും ഈ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ഒളിഞ്ഞു നോക്കാൻ വരുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ബയോട്ടോറിയത്തിന് എന്തെങ്കിലും സംഭവിച്ചോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് നാളെ ആ ഒളിഞ്ഞു നോട്ടക്കാർ നമ്മുടെ സൂമിലേക്ക് അടക്കം കയറി വരുമ്പോൾ നമ്മളെല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇതിന്റെ പങ്കാളിത്തം കൊണ്ട്, ഞാൻ അടിവരയിട്ട് പറയുന്നു, നമ്മുടെ പങ്കാളിത്തം കൊണ്ട് ബയോട്ടോറിയത്തിനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് കാണിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് ഈ സൂമിൽ കയറിയിട്ടുള്ള ആളുകൾ. അങ്ങനെ ഒളിഞ്ഞു നോട്ടക്കാരെ നമുക്ക് പാഠം മനസ്സിലാക്കി കൊടുക്കാൻ, ബയോട്ടോറിയത്തിനൊന്നും സംഭവിച്ചിട്ടില്ല, ബയോട്ടോറിയം മുന്നോട്ട് തന്നെയാണ്, ഇതിന്റെ പുതിയ യുഗം ആരംഭിച്ചിരിക്കുകയാണ്. അത് മനോജ് സാർ കൃത്യമായിട്ടുള്ള രീതിയിൽ അത് രേഖപ്പെടുത്തി കഴിഞ്ഞു. തുടർന്നുള്ള ദിവസങ്ങളിലെല്ലാം ഈ ബിസിനസ് വളരെ ഫാസ്റ്റായിട്ട് കേരളത്തിൽ നമ്മൾ മൂവ് ചെയ്യിക്കും. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ പ്രോഗ്രാം സെന്ററുകളും വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടി പോവുകയാണ്. അവിടെ പെർഫോം ചെയ്യേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങളുടെ അച്ചീവ്മെന്റുകളിലൂടെ, സെയിൽസിലൂടെ ഇന്നത്തെ ഒരു ദിവസം, ഇന്ന് നമുക്ക് പകർന്നു തന്ന ഈ ഒരു ഊർജം നമുക്കത് സെയിൽസ് ആക്കി മാറ്റാനായിട്ട് ഓരോരുത്തർക്കും കഴിയണം. ഇന്നത്തെ ഒരു ദിവസം ഈ നമ്മുടെ ഗ്രൂപ്പുകളിലെല്ലാം സെയിൽ എടുത്തുകൊണ്ടുള്ള ഫോട്ടോസുകളും അതോടൊപ്പം തന്നെ ബയോട്ടോറിയത്തിന്റെ ഗ്രോത്തും കാണിക്കേണ്ട ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ കഴിയട്ടെ എന്ന് ഇന്നത്തെ ഈ ഒരു പ്രതികൂലമായ സാഹചര്യത്തിൽ പോലും, ഒരു കാലാവസ്ഥയിൽ പോലും ഈ സൂമിൽ കയറാനുള്ള മനസ്സ് കാണിച്ച നിങ്ങൾ ഓരോരുത്തരോടുള്ള നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്തായിട്ട് അറിയിക്കുന്നു. താങ്ക് യു ലീഡേഴ്സ്. താങ്ക് യു ഓൾ.